السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. صلى الله وسلم على نبينا وحبيبنا وشفيعنا وقائدنا محمد صلى الله عليه وسلم وعلى آله وأصحابه صلاة وسلاما دائمين متلازمين. ബഹുമാനാദരവായ സുലൈമാൻ രാജാവ് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു തആല നമ്മെ സംഗമിച്ചത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അല്ലാഹു എല്ലാം മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള ജീവിതം അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് ഇജ്ജത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ദുആ ചെയ്യണമെന്ന് ഒരുപാട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയും നിങ്ങളുടെയും ഖൽബിലുള്ള എല്ലാ സന്ദേശങ്ങളും പൂർത്തീകരിച്ച് തരണം റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി ഒരുപാട് ഖൈറായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. പ്രയാസം അനുഭവിക്കുന്നവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളെ നീ സന്തോഷമാക്കി മാറ്റണം റഹ്മാനേ. അല്ലാഹുവേ, ഖബറും മഹ്ശറയും എനിക്ക് വിജയത്തിന്റെ കൂടാക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഖുർആൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് യാ അയ്യുഹന്നാസ് എന്നും യാ അയ്യുഹല്ലദീന ആമനൂ എന്നും മൂന്ന് അഭിസംബോധനകളാണ് ഖുർആനിൽ പ്രധാനം. ഒന്ന്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അല്ലാഹുവിന്റെ സംസാരമാണ്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുള്ള അല്ലാഹുവിന്റെ വിളി എല്ലാ ജനങ്ങൾക്കും ബാധകമാണ്. രണ്ടാമതൊരു അഭിസംബോധന കൊണ്ട് അത് യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ എന്ന റബ്ബിന്റെ വിളിയാണ്. അത് മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് ബാധകമാണ്. മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചത്. എന്നാൽ ആ വിളിയിൽ മൊത്തം മുഅ്മിനീങ്ങൾ ഉൾപ്പെടും. അല്ലാഹു കൂടുതൽ ഇഷ്ടമുള്ളവരെ വിളിക്കുന്ന വിളി യാ ഇബാദി എന്നാണ്. എന്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കും. അത് അല്ലാഹു ഇഷ്ടത്തോടെ, കൂടുതൽ ഇഷ്ടത്തോടെ വിളിക്കുന്നു എന്നാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിളിച്ചപ്പോൾ ഇതിന്റെയും അപ്പുറം ഒരുപാട് സ്നേഹപ്പേരുകൾ ഉപയോഗിച്ചതായി ഖുർആനിൽ കാണാൻ സാധിക്കും. യാ അയ്യുഹൽ മുസമ്മിൽ എന്നും യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നും അല്ലാഹു വിളിച്ചതായി കാണാൻ സാധിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളുടെ വിഭാഗത്തിലേക്ക് നാം മാറണം. സത്യത്തിൽ നാം നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഇബാദത്തുകളൊക്കെ ചെയ്യുന്നു. നിസ്കരിക്കുന്നവർ ദുനിയാവിൽ ഒരുപാടുണ്ട്. ഖുർആൻ ഓതാൻ ഒരുപാട് ആളുകൾ റെഡിയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി يقرؤون القرآن ويصلون في المسجد وليس فيهم إيمان. അവസാന കാലത്ത് നിസ്കരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഖുർആൻ ഓതുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. വലൈസ ഫീഹിം ഈമാൻ, അവരിലൊന്നും ഈമാൻ ഉണ്ടാകില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ നിസ്കരിക്കുക എന്നതും കുറേ ദിക്ർ ചൊല്ലുക എന്നതുമെല്ലാം പ്രധാനമാണ്. പൊതുവെ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കുറെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയാൽ എല്ലാം റെഡിയായി എന്ന ചിലർ ചിന്തിക്കുന്നു. കുറെ സമയം നിസ്കരിച്ചാൽ എല്ലാം ക്ലിയറായി പോയി എന്നാണ് പലരും മനസ്സിലാക്കിയത്. അങ്ങനെയല്ല. ബോധത്തോടെ അല്ലാഹുവിനെ വിളിക്കുകയാണെങ്കിൽ ഒരു വിളി വിളിച്ചാലും പരിഹാരമാണ്.
ബോധത്തോടെ വിളിക്കണം, ഈമാനോടെ വിളിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനുള്ള ആളുകൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിളിച്ചാൽ തന്നെ പരിഹാരമാവാറുണ്ട്. ഈമാൻ ഇല്ലാത്ത ആളുകൾ ഒരുപാട് വിളിച്ചാലും പലതും പരിഹാരമാവാറില്ല. നാം ഒരുപാട് ദിക്ർ ചൊല്ലിയത് കൊണ്ട് പരിഹാരമാവില്ല. അല്ലാഹുവിനെ മനസ്സിലാക്കി ഒറ്റപ്പെട്ട് വിളിച്ചാൽ മതി. അല്ലാഹുവിനെ മനസ്സിലാക്കി വിളിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് വിശദീകരിക്കേണ്ടതും ഒരുപാട് പറയേണ്ടതുമാണ്. മനസ്സിലാകാൻ വേണ്ടി ചിലത് മാത്രം പറയുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹയല്ലാത്ത ഒന്നും ഖൽബിൽ വരാത്ത ഒരു മാനസിക തലത്തിലേക്കാണ് മനുഷ്യൻ സത്യത്തിൽ ഉയരേണ്ടത്. എന്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിനെ ഓർമ്മ വരുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തണം. അങ്ങനെ എത്തിയാൽ ചില പ്രത്യേക ഗുണങ്ങൾ അവനിൽ ഉണ്ടാകും. അവന്റെ എല്ലാ ഇബാദത്തും അവന് പരമാനന്ദം നൽകുമെന്ന് മഹാനായ അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു. അവന് കുടുംബ സന്ദർശനം നടത്തിയാൽ അവന് വല്ലാത്ത സന്തോഷം തോന്നും. അത് ഭൗതിക സന്തോഷമല്ല, ആത്മീയ സന്തോഷമാണ്. കുടുംബ സന്ദർശനം നടത്തിയിട്ട് ഒരാൾക്ക് ഈമാൻ വർദ്ധിക്കുന്നില്ലെങ്കിൽ ആ കുടുംബ സന്ദർശനത്തിന് അല്ലാഹുവുമായി ബന്ധമില്ലെന്നാണ്. കുടുംബ സന്ദർശനം നടത്തിയ ഒരാൾക്ക് ഈമാൻ കൂടിയില്ല, ഭാര്യയുടെ മുഖത്ത് നോക്കി ഒരാൾക്ക് ഈമാൻ കൂടുന്നില്ലെങ്കിൽ ആ നോട്ടത്തിൽ അല്ലാഹുവുമായി ബന്ധമില്ല. പറഞ്ഞ മനസ്സിലായില്ല. അവനാന്റെ ഭാര്യന്റെ മുഖത്തേക്ക് നോക്കി, അല്ലെങ്കിൽ ഭാര്യ ഇങ്ങോട്ടൊന്ന് നോക്കി, നമ്മുടെ ഈമാനിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നാം പെണ്ണ് കെട്ടിയത് കെട്ടിയത് അങ്ങനെയാവാം, പക്ഷെ പിന്നെ കൊണ്ട് നടക്കുന്നത് ലില്ലാഹിക്ക് വേണ്ടി അല്ലാതെയായി പോയതാണ്. എല്ലാ കാര്യങ്ങളും ലില്ലാഹിക്ക് വേണ്ടിയാവണം. കുട്ടിയോട് സംസാരിക്കുന്നത് ലില്ലാഹി എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാവണം. കുട്ടിയെ വളർത്തുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണം. മഹാന്മാരായ സ്വാലിഹീങ്ങൾക്ക് എല്ലാത്തിലും അല്ലാഹനെ കണ്ടിരുന്നു. എല്ലാത്തിലും ഒരു മരം നോക്കിയാൽ അല്ലാഹുവിനെ ഓർമ്മ വരും, ഒരു മൺതരി നോക്കിയാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. അവരായിരുന്നു പരിശുദ്ധ ഖുർആനിനെ കാണുമ്പോൾ വല്ലാതെ ആസ്വദിച്ചിരുന്നവർ. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള വാക്ക് യാ ബിലാൽ അരിഹനാ ബിസ്സലാ. ബിലാലെ, നമുക്കൊന്ന് നിസ്കാരം ആസ്വദിക്കാമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്താണ് വാക്കിന്റെ ഗൗരവം? നിസ്കരിക്കാമെന്നല്ല, നിസ്കാരം ഒന്ന് ആസ്വദിക്കാം. അലി റളിയല്ലാഹു അൻഹുവിന് കാലിന് അമ്പ് തറച്ചപ്പോൾ ഞാൻ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞു. അതെല്ലാവർക്കും അറിയുന്ന സംഭവം. കാലിന് അമ്പ് തറച്ചപ്പോൾ ഞാൻ നിസ്കരിക്കാമെന്നാണ് പറഞ്ഞത്. നമ്മുടെ മുമ്പിലുള്ള നിസ്കരിക്കുന്ന സമയത്ത് മുന്നിലുള്ള മൊബൈൽ ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്താൽ ആരാണ് റബ്ബേ എന്നെ വിളിക്കുന്നത് എന്ന് ആലോചിക്കുന്നവരാണ് നാം. അതേസമയം കാലിൽ അമ്പ് തറച്ചപ്പോഴാണ് ഞാൻ നിസ്കരിച്ചോളാം, നിങ്ങൾ പഠിച്ചോളൂ, ഞാനത് അറിയില്ലെന്ന് പറഞ്ഞത് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അവര് ചോദിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹു നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഒന്നിച്ചിരിക്കാൻ നമുക്ക് അവസരം നൽകട്ടെ. എന്നാൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചില രാത്രികളിൽ വിത്റിന്റെ സുജൂദിലേക്ക് പോയാൽ സുബഹി വരെ സുജൂദിലാണ്. ഒരു സുബഹി ബാങ്ക് കേൾക്കുമ്പോഴാ മനസ്സിലാക്കുന്നത് ടൈം കഴിഞ്ഞല്ലോ എന്ന്. അത് ആസ്വാദനമാണ്, ആസ്വാദനമാണ്. മഹാന്മാരായ സ്വഹാബത്ത് എല്ലാവരും അങ്ങനെയാണ്, അല്ലാഹുവിനെ ആസ്വദിച്ചവരാണ്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീയിലേക്ക് എറിയാൻ ഒരുങ്ങിയ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ, ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതുണ്ടോ? അപ്പോൾ പറഞ്ഞു, അമ്മാ ഇലൈക ഫലാ, നിങ്ങളിലേക്കൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ. ഹസ്ബിയല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, എന്റെ അല്ലാഹു മതി. എന്റെ ഭാര്യയും കുട്ടിയും എന്റെ ഉമ്മ എന്നൊക്കെ പറയുന്ന പോലെ അവര് പറഞ്ഞിരുന്നത് എന്റെ അല്ലാഹ് എന്നാണ്. ആ ബോധത്തിലേക്ക് നമ്മൾ എത്തണം. എന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു സ്നേഹമുണ്ട്, എന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അതിലൊരു സ്നേഹപ്രകടനമുണ്ട്, എന്റെ മോള് എന്ന് പറയുമ്പോൾ അതിലൊരു സ്നേഹപ്രകടനമുണ്ട്. എന്നാൽ എന്റെ അല്ലാഹ് എന്ന് പറയുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ഈമാനുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി, എന്റെ റബ്ബിനാണ് പരിശുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവണം. അല്ലാഹു അങ്ങനെയുള്ള ഈമാനിലേക്ക് റബ്ബ് നമ്മെ എത്തിച്ചു തരട്ടെ. അപ്പോഴാണ് സത്യത്തിൽ ഈമാനാകുന്നത്. അവർക്കെല്ലാം റബ്ബാണ്. റബ്ബ് എന്ത് ചെയ്താലും അൽഹംദുലില്ലാഹ്, വേറൊരു പ്രയാസം അവർക്കില്ല. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു
ബഹുമാനപ്പെട്ടവർ ചികിത്സ കാരണം കാല് മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി. കാല് മുറിച്ചു മാറ്റി. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ മൂത്ത മകൻ മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. എല്ലാവർക്കും വല്ലാത്ത വേദന. കാരണം ഒരു കാല് ചികിത്സ കാരണം മുറിച്ചു മാറ്റുകയും ബഹുമാനപ്പെട്ടവരുടെ മൂത്ത മകൻ മരണപ്പെടുകയും ചെയ്തു. ഇനി എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കെ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. കാന ഔലാദി സബ്ആ ഫഅഖദത വാഹിദൻ വഅബഖൈത സിത്ത. റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. എനിക്ക് നീ 6 മക്കളെ തന്നു, ഒരാളല്ലേ കണ്ടിട്ടുള്ളൂ. 7 മക്കളെ തന്നു, ഒരാളല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. 6 ആളെ ബാക്കി നിർത്തിയല്ലോ. 6 ആളുടെ ജീവിതം നിലനിർത്താൻ മാത്രം റബ്ബേ ഞാൻ ശുക്രൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ചെയ്തതിൽ എന്തോ ഒരു ഖൈർ നീ കണ്ടിട്ടുണ്ടല്ലോ, എനിക്കതിൽ പ്രയാസമില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന് രോഗം വരുമ്പോഴൊക്കെ ചികിത്സിക്കുമ്പോഴും സന്തോഷമാണ്. ചികിത്സ നടത്തും, പക്ഷെ സന്തോഷമാണ്. എന്തിനാ സന്തോഷിക്കുന്നത്? എന്റെ അള്ളാഹ് തന്ന രോഗമല്ലേ, അതിലെന്തോ ഒരു ഖൈർ അള്ളാഹ് കണ്ടിട്ടുണ്ട്. ദുനിയാവിൽ പ്രയാസം വരുന്നത് അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ്. പൊതുവെ രോഗം തരുന്നത് ദോഷം പുറത്തു കൊടുക്കാനാണ്, പ്രയാസങ്ങൾ തരുന്നത് ദോഷം പുറത്തു തരാനാണ്. ദറജ വർദ്ധിക്കാനോ ദോഷം കൊടുക്കാനോ അല്ലാതെ പ്രതിസന്ധി ദുനിയാവിൽ വരില്ലെന്നാണ്. ഒരു മുഅ്മിനിന്റെ വിഷയത്തിൽ അങ്ങനെയേ ഉണ്ടാവും. അതേസമയം ചില മുഅ്മിനീങ്ങൾക്ക് അത് മനസ്സിലാക്കാനാണ് പ്രയാസം വരുന്നത്. മഹാന്മാരായ സ്വാലിഹീങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുകയും ഏത് പ്രതിസന്ധിയിലും അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറയാനും അവർക്ക് സാധിച്ചത് അവർ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് ഉൾക്കൊണ്ടവരാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന്റെ സമയത്ത് പനി സാധാരണ പനിക്കുന്നതിനേക്കാളും ഇരട്ടി പനിയാണ്. 2 ആൾക്ക് പനിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന്റെ സമയത്ത് പനിയിലുണ്ടായിരുന്നുവെന്നാണ്. 2 ആൾക്ക് പനിക്കുന്ന പനിയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് അഷ്റഫുൽ ഖൽഖിനെ സന്ദർശിച്ച് ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് നല്ല പനിയാണല്ലോ? റസൂലുള്ളാഹി പറഞ്ഞു, അതെ നല്ല പനിയാണ്. അപ്പോൾ സ്വഹാബി ചോദിച്ചു, അലക അജറാനി യാ റസൂലല്ലാഹ്, 2 ആൾക്ക് പനി ബാധിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം അല്ലാഹ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയല്ലേ ഇങ്ങനെ പനി തന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യനെ എന്ത് പ്രയാസം, ലാ യുസീബുൽ മുസ്ലിമ മിൻ വസബി വലാ നസബി വലാ ഹമ്മിൻ വലാ ഹുസൻ ഹത്താ ശൗഖ ഇർഷാഖുഹാ ഇല്ലാ ഗഫറല്ലാഹു ബിഹാ ഖതായാ. ഒരു മുഅ്മിനിന് ഒരു പ്രയാസം വന്നു, അസുഖം വന്നു, ശാരീരികമായ പ്രതിസന്ധി വന്നു, എന്ത് വേദന ദുനിയാവിൽ വന്നാലും അത് കാരണം അല്ലാഹു അവന്റെ ദോഷം പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ അതായിരുന്നു അവരുടെ ഈമാനിന്റെ മധുരം. വേദനകളൊന്നും വേദനയല്ല, കാരണം എല്ലാം ലില്ലാഹിക്ക് വേണ്ടി മാത്രമായി. എന്റെ അല്ലാഹ് തന്നതല്ലേ, എന്നാൽ പ്രയാസമില്ല. ചില മഹാന്മാരൊക്കെ നല്ല അസുഖം വരുമ്പോൾ പറയാറുണ്ട്, അല്ലാഹു ഒന്ന് ചെറുതായി ഒന്ന് ഉള്ളിയതാണ്, ഇതിന് ടെൻഷൻ ആവാനൊന്നുമില്ല. കാല് മുറിഞ്ഞു കിടക്കുന്ന മഹാന്മാർ പോലെയാണ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയ അസുഖങ്ങൾ വരുമ്പോ ആദ്യ രാത്രിയിൽ ഭാര്യ വന്ന് വെറുതെ ഒന്ന് കൈപ്പിടിച്ചു നുള്ളിയാൽ എന്താണോ അനുഭവപ്പെടുന്ന ഫീലിംഗ്, അതേ അനുഭവം റബ്ബൊന്ന് കൊടുക്കുമ്പോൾ, റബ്ബിന് അസുഖം കൊടുക്കുമ്പോൾ ചിന്തിച്ചിരുന്ന മഹത്തുക്കളാണ് പൂർവ്വകാല സ്വാലിഹീങ്ങളൊക്കെ. നമുക്ക് നേരെ തിരിച്ചാണ്. നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ ഖളാഇ എനിക്ക് ഖൈറല്ല എന്ന് നാം സ്വയം വിധിയെഴുതുന്നുണ്ട്. അസുഖങ്ങൾ വന്നു, അപ്പൊ ചിന്തിക്കും, റബ്ബേ ഞാൻ ആരോട് ഒരു ക്രൂരതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണാവോ എനിക്ക് ഇങ്ങനെ അസുഖം തന്നത് എന്ന്. ഇത് നാം തീരുമാനിക്കേണ്ടത്. നമുക്കേതാ ഖൈറ എന്ന് മനുഷ്യന്മാരെ നമുക്ക് അറിയൂല. നമുക്കേതാണ് ഖൈറ എന്ന് ചിന്തിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി വായിച്ചെടുക്കാൻ പോലും മനുഷ്യനെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മുടെ ബോഡിയിൽ 50 ലക്ഷം കോശങ്ങൾ എല്ലാ ഇനത്തിലും നശിക്കുന്നുണ്ട്. 50 ലക്ഷം കോശങ്ങൾ. ക്യാൻസർ രോഗിയെ റേഡിയേഷൻ നടത്തി ഒരു 8-10 കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളും ഡോക്ടേഴ്സ് എടുക്കാറുണ്ടെങ്കിൽ 50 ലക്ഷം കോശം എല്ലാ ഇനത്തിലും നശിപ്പിച്ച് പുതിയ 50 ലക്ഷത്തെ അല്ലാഹു നൽകി നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 3 കോടിയിലധികം നിഅമത്തുകളെ എല്ലാ ഇനത്തിലും അപ്ഡേറ്റ് ചെയ്യുന്ന റബ്ബാണ് നമ്മുടെ അല്ലാഹു എന്ന ബോധം മുഅ്മിനീങ്ങൾക്ക് വേണം. മനുഷ്യന്റെ ശരീരം അത്ഭുതമാണ്.
മനുഷ്യന്റെ ശരീരത്തിൽ എന്താ നടക്കുന്നത് എന്ന് തന്നെ നമുക്കറിയില്ല. അത്രമാത്രം വലിയ അത്ഭുതങ്ങളാണ്. ഹൃദയത്തിന്റെ വലിപ്പം എത്രയാണ്? ഒരു മനുഷ്യന്റെ ഇങ്ങനെ മുൻകൈയിന്റെ വലിപ്പമാണ് ഹൃദയത്തിന്റെ വലിപ്പം. എന്നാൽ ഇത്ര വലിപ്പമുള്ള ഹൃദയത്തിലൂടെയാണ് 257 ലക്ഷം എല്ലാ സമയത്തും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റിലാണ് പമ്പ് ചെയ്യുന്നത് 257 ലിറ്റർ രക്തം. ഇത്രയും ഹൃദയത്തിന് വലിപ്പമുള്ളൂ. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് ചിന്തിച്ചാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വിശദീകരിക്കാനാവില്ല. ഒരു വിശാലമായ ഈ കസേരയുടെ വീതിയുള്ള ഒരു PVC പൈപ്പ് കൊണ്ടുവന്നാൽ പോലും 257 ലിറ്റർ രക്തം ഒരു മിനിറ്റിൽ അതിലൂടെ പമ്പ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇത്ര ചെറിയ ഒരു ഹൃദയത്തിലൂടെ ഇതെങ്ങനെ സാധിക്കുന്നു? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ റബ്ബ് ജല്ല ജലാലുഹു എല്ലാത്തിനും ഖുദ്റത്തുള്ള അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ റബ്ബാണ് നമ്മുടെ അല്ലാഹു എന്ന ബോധം നമുക്ക് വേണം. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് മഹാന്മാർക്ക് അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ആനന്ദം തോന്നിയത്. ആകാശഭൂമിയിൽ എന്തുണ്ടോ, കടലിലും സമുദ്രത്തിലും പുറംലോകത്തും എന്തുണ്ടോ എല്ലാത്തിനെയും അറിയുന്ന, ഓരോന്നിനെയും കൃത്യമായി എണ്ണിയെടുക്കാൻ സാധിക്കുന്ന ഒരാൾ ലോകത്ത് റബ്ബ് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കും സാധിക്കാറില്ലല്ലോ. ആ അല്ലാഹയാണ് നമ്മുടെ അല്ലാഹ് എന്നുള്ള ബോധം നമുക്കുണ്ടാവേണ്ടത്. നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ അല്ലാഹ് അത് പരിഹരിക്കുന്ന ഒരു പ്രതിസന്ധിയുമില്ല. നമുക്ക് ചില കാര്യങ്ങൾ തോന്നും, ഒരു സാമ്പത്തിക പ്രയാസം പരിഹരിക്കാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ നാം ഒരുപാട് ഭൗതിക കാരണങ്ങളെ കണ്ടേക്കും. ചിലപ്പോ ബാങ്കിൽ കൊണ്ടുപോയി ഇതിന്റെ ആധാരം പണയം വെക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ സത്യത്തിൽ അല്ലാഹ് പരിഹരിക്കാൻ ഒരുങ്ങിയാൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അല്ലാഹ് പരിഹരിക്കുകയാണെങ്കിൽ എല്ലാം സിംഗിളാണ്. അല്ലാഹ് പരിഹരിക്കണമെങ്കിൽ യഖീനോടെ വിശ്വസിച്ച് അല്ലാഹുവിനെ ഏൽപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ഒരു ഈമാനിലേക്കാണ് നമ്മൾ കാണുന്നത്. ദുആ ചെയ്യുന്ന സമയം ഒരാളെ ഉത്തരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ദുആ ചെയ്താൽ ഉത്തരം കിട്ടുക. അതിന് ചില ആളുകളുണ്ട്, മജ്ലിസിൽ പോയി നോക്കുക, കുറെ ആളുകൾക്ക് ഇജാബത്ത് കിട്ടാറുണ്ട്. ചിലപ്പോ എന്റെ കാര്യമൊക്കെ ശരിയായാലോ എന്ന് കരുതി പോകും, ഇജാബത്ത് കിട്ടണമെങ്കിൽ കൽബിൽ ഉറച്ച് വിശ്വസിക്കണം. കൽബിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാൾ അല്ലാഹ് എന്നൊരൊറ്റ വിളി വിളിച്ചാൽ മതി, പരിഹാരമാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സാദിന്റെ ജീവിതം അതല്ല, ശംസുൽ ഉലമായുടെ ജീവിതം അതാണല്ലോ. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതം മുഴുവൻ ഇങ്ങനെയാണ്. അവർ മനസ്സറിഞ്ഞ് അല്ലാഹ് എന്ന് ഒരു വിളി വിളിച്ചാൽ പരിഹാരമാകുമായിരുന്നു. ഇങ്ങനെ സാധ്യമാകുന്നത് യഖീനുള്ള ഈമാനുള്ളത് കൊണ്ടാണ്. നമുക്കിന്ന് നഷ്ടപ്പെട്ടതോ യഖീനുള്ള ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. നഷ്ടപ്പെടാൻ 3 കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രം വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കണം. നമ്മുടെ ഈമാനിന് കോട്ടം പറ്റിയത് 3 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്നാമത് നഷ്ടപ്പെട്ടത് അദബാണ്. 2, അവനവന്റെ ആക്ടിവത്ത് എന്താവണം എന്ന ചിന്ത കൽബിൽ നിന്ന് പോയതാണ്. അവനവന്റെ ആക്ടിവത്ത് എന്താവണം എന്ന ചിന്ത കൽബിൽ നിന്ന് പോയി. നാട്ടുകാരെ ഈമാൻ എന്താവേണ്ടത് എന്ന് നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. സ്വന്തം ഈമാൻ എന്താവേണ്ടതെന്ന് ചർച്ച ചെയ്യുന്നതാണ്. 3ാമത് നമുക്ക് നഷ്ടപ്പെട്ടത് ലില്ലാഹിക്ക് വേണ്ടി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ദുനിയാവിന് വേണ്ടി ചെയ്യുന്നു എന്നതാണ്. അല്ലാഹ് എന്ന ലക്ഷ്യത്തിൽ മാത്രം ചെയ്യേണ്ട കാര്യം അല്ലാഹ് അല്ലാത്ത ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യും. ഈ 3 കാര്യത്തിലാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് അപകടം സംഭവിച്ചത്. ഒന്നാമത്തെ പ്രശ്നം അദബിലെ വീഴ്ചയാണ്. ഇത് ഞാൻ ഒരുപാട് മേഖലയിൽ ചിന്തിക്കേണ്ടത്, ഞാൻ ചുരുങ്ങിയ ചില മേഖലയിൽ പറയുള്ളൂ. ഉദാഹരണം, നാം ഇങ്ങനെ ദിക്റിന്റെ മജ്ലിസിൽ പോയിരിക്കും. സ്വാഭാവികമായും ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുന്നവനെ എണീപ്പിക്കാൻ ഇബ്ലീസിന് എളുപ്പം സുഹൃത്തിനോട് പോയെന്ന് ഫോൺ ചെയ്യാൻ പറയാനാണ്. ഇബ്ലീസിന് വേറെ റിസ്ക് ഒന്നുമില്ല. സുഹൃത്തിനോട് പോയിട്ട് അതൊന്ന് വിളിച്ചു ദിക്റിലേക്ക്. ഇബ്ലീസ് സുഹൃത്തിന്റെ മനസ്സിൽ ഒന്ന് വിളിക്കാൻ തോന്നിപ്പിച്ചാൽ മനുഷ്യൻ സ്വാഭാവികമായും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ദിക്റിന്റെ മജ്ലിസിൽ മാത്രം ഇരിക്കുമ്പോൾ അവനെ എണീപ്പിക്കണം എന്ന് ഇബ്ലീസ് ആഗ്രഹിച്ചാൽ ഒരിക്കലും ഇബ്ലീസ് നേരെ അവന്റെ മുന്നിലേക്ക് വരില്ല. ഇബ്ലീസ് ഇവനെ നോക്കി നിൽക്കുന്ന, അതല്ലെങ്കിൽ ഇവന് ശ്രദ്ധിക്കാവുന്ന പരിധിയിലുള്ള ആരെയെങ്കിലും ഇവനെ അശ്രദ്ധനാക്കുന്ന ഷുഗലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അങ്ങാടിയിലുള്ള 2 ആളുകളോട് കശപിശ കൂടാൻ പറഞ്ഞാൽ അവരൊന്ന് ശബ്ദമുണ്ടാക്കിയാൽ പള്ളിയിൽ ദിക്റിലിരിക്കുന്നവരൊന്ന് നോക്കും, എന്താ ഇവിടെ നടക്കുന്ന പ്രശ്നം. 1-2 തവണ നോക്കിയാൽ ഒന്ന് പോയി നോക്കിയിട്ട് കൊണ്ട് വരാൻ തോന്നാം. പോയാൽ പിന്നെ
ഇബ്ലീസ് ഒരിക്കലും നേരെ വന്ന് നമ്മൾ നന്നാവാൻ പറയില്ല, ചീത്തയാവാൻ പറയില്ല. കള്ളു കുടിക്കണം ഇബ്ലീസ് ഡയറക്റ്റ് പറയില്ല. നന്നാവണമെന്ന് ആഗ്രഹിച്ചവനോട് നിസ്കരിക്കണ്ട എന്നൊന്നും ഇബ്ലീസ് പറയില്ല. ഇബ്ലീസ് എന്താ പറയുക, ഇന്നും കൂടി കഴിയട്ടെ, നാളെ മുതൽ എന്തായാലും നന്നാവണം. വാത് കേട്ട് പോകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇനി എന്തായാലും ശരിയാവണം. അപ്പൊ തോന്നുന്നു നാളെ ഇന്നും കൂടെ കഴിഞ്ഞിട്ട് നാളെ സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് തുടങ്ങാം. എല്ലാ വാത് കഴിയുമ്പോഴും ഇങ്ങനെ തീരുമാനിക്കുന്നവരുണ്ട്, പക്ഷെ നന്നാവാൻ സാധിക്കാറില്ല. അതന്നല്ലേ നാളെ മുതൽ എന്തായാലും നാളെ സുബഹിക്ക് പള്ളിയിൽ പോയി തുടങ്ങണം എന്നൊക്കെ തീരുമാനിച്ച പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ചിലപ്പോ തോന്നിപ്പോകും അവർക്കൊന്നും പോയി സുബഹി വാങ്ങി കൊടുത്തിട്ടുണ്ടാവില്ല. നന്നാവണമെന്ന് ആഗ്രഹിച്ചാൽ ഇബ്ലീസ് രണ്ട് ഹിക്മത്ത് ഉപയോഗിക്കും. ഒന്നെങ്കിൽ പറയും നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ ഇബ്ലീസ് പറയും ഇത് ഏതായാലും ലാസ്റ്റ് ആണ്, ഇന്നും കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം എന്ന് പറയും. ഞാനൊരിക്കൽ മലപ്പുറത്ത് നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ചുണ്ടിന്റെ താഴെ ലഹരി വെക്കുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി. ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ വായയിൽ സുഖകരമല്ലാത്ത വാസന അനുഭവപ്പെട്ടപ്പോ എന്താണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നറിയാൻ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ, ഞാൻ കുറെ ദിവസമായി കരുതുന്നു ഇതൊന്ന് നിർത്തണമെന്ന്. എന്നും ഓരോ പേര് വാങ്ങുമ്പോഴൊക്കെ ചിന്തിക്കുന്നത് ഇനി ഒരിക്കലും ഇത് വാങ്ങരുത് എന്നാണ്. ചില സ്ത്രീകൾ സീരിയൽ കാണാൻ നിർത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇവിടെ വരുന്ന സ്ത്രീകളൊന്നും സീരിയൽ കാണാത്തവരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി ആകുമ്പോൾ സീരിയൽ കാണാൻ നിർത്തണം എന്നൊക്കെ കേൾക്കും. എന്നാലും ഇങ്ങനെ ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നും കൂടി കണ്ടിട്ട് അടുത്ത ആഴ്ചയും ഇതേപോലെ തീരുമാനിക്കും, പിറ്റത്തെ ആഴ്ചയും ഇതേപോലെ തീരുമാനിക്കും. നിർത്താൻ സാധ്യമാകാത്ത പ്രയാസമാണെന്നവരാണ് പറയുന്നത്. ഇവിടെയാണ് മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് അപകടം സംഭവിച്ചതിന്റെ ഒന്നാമത്തെ പ്രശ്നം അദബിലെവിടെയോ വീഴ്ച സംഭവിച്ചതാണ്. അദബിലെ വീഴ്ചയാണ്. എവിടെയാണ് അദബിലെ വീഴ്ച സംഭവിച്ചത്? നാം ഖുർആൻ ഓതുന്ന സമയത്ത് പരിസരത്ത് ആരെങ്കിലും നടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ കാണണം. ഖുർആൻ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടാവും. യാസീൻ ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചു, കാരണം നമുക്ക് ബൈഹാട്ടായിരിക്കുമല്ലോ. അപ്പൊ പരിസരത്തൂടെ ആരെങ്കിലും നടന്നു പോകണമെങ്കിൽ അയാളെ നോക്കണം. എപ്പോഴേ നോക്കുന്നത് അള്ളാഹ് നമ്മോട് സംസാരിക്കുമ്പോൾ. ഖുർആൻ ഓതുന്നു എന്ന് പറഞ്ഞാൽ റബ്ബ് നമ്മോട് സംസാരിക്കുകയാണ്. അള്ളാഹു നമ്മോട് സംസാരിക്കുമ്പോൾ നാം അള്ളാന്റെ വാക്ക് ശ്രദ്ധിക്കാതെ നാട്ടുകാരെ ശ്രദ്ധിക്കുകയാണ്. ആരെങ്കിലും ഫോൺ ചെയ്തു, യാസീൻ എവിടെ എത്തിയത് നമുക്കൊരു വിഷയമല്ല. ഒന്നിങ്ങനെ നോക്കും, ഏതെങ്കിലും ഒരു ആയത്തിന് എന്തെത്തിയാൽ വേഗതൊക്കെ നിർത്തി ഫോൺ അറ്റൻഡ് ചെയ്ത് പിന്നെ നമ്മൾ യാസീൻ. ഉമ്മയല്ലാത്ത ഉമ്മയും ഉപ്പയും അല്ലാത്ത ആരും വിളിച്ചാലും നിസ്കാര സമയത്ത് ഖുർആൻ ഓതുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യരുത്. ഇനി അത്രയും പ്രധാനമാണെങ്കിൽ നല്ല ഒരു വഖഫിൽ നിർത്തി അതോടൊപ്പം ഖുർആനൊക്കെ അടക്കി വെച്ച് ശേഷം പോയി ഫോൺ അറ്റൻഡ് ചെയ്യണം. ഖുർആൻ ഓതുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ദിക്റിന്റെ മജ്‌ലിസിലൊക്കെ ശ്രദ്ധിക്കണം. 33 തവണ ദിക്ർ ചൊല്ലാനുണ്ട് ചില സമയത്ത്, ചില തവണ 34 ഉണ്ട്. അല്ലാഹു അക്ബർ നിസ്കാര ശേഷം 33 ആണ്. ഉറങ്ങുന്ന സമയത്തോ 34 ആണ്. അതൊരാൾ 34 35 ചൊല്ലിയാൽ 3 അസ്തഗ്ഫിറുല്ലാഹ് എക്സ്ട്രാ പറയേണ്ടി വരും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. 34 ആണ് ഉറങ്ങുമ്പോൾ അല്ലാഹു അക്ബർ, നിസ്കാര ശേഷം 33 ആണ്. ഒരാൾ 33 ഉള്ളത് 34 പറഞ്ഞാൽ 3 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലണം. എന്തിനെ? അശ്രദ്ധയോടുകൂടെ ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ. അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. നല്ല പോലെ അല്ലാഹു അക്ബർ, റബ്ബേ എന്റെ കൽബിൽ ഏറ്റവും നീയാണ്, എനിക്ക് മറ്റൊന്നും വിഷയമല്ല. ഈ ആകാശ ഭൂമിയെ സൃഷ്ടിച്ച എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എല്ലാ മിനിറ്റിലും കോടാനുകോടി അനുഗ്രഹങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തരുന്ന റബ്ബേ നിന്നേക്കാൾ വലുതായി എന്ന കൽബിൽ ചിന്തിക്കാൻ ഒന്നുമില്ല അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയേണ്ട സമയമാണ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ. ഇത് പറയുമ്പോൾ നമുക്കൊരു ശ്രദ്ധയല്ല. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലും, നമ്മളെ കച്ചവടക്കാരാകുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചൊല്ലുന്ന ദിക്ർ ഏതാ? നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചൊല്ലുന്ന ദിക്ർ ഏതാ? ഏറ്റവും കൂടുതൽ ഏതാ? അല്ലാഹു അക്ബർ. ഇങ്ങനെ എല്ലാ സമയത്തും എന്താ അല്ലാഹു അക്ബറിന്റെ അർത്ഥം? എന്താ അല്ലാഹു അക്ബറിന്റെ അർത്ഥം? വലിയവനെന്ന് അർത്ഥം വെക്കരുത്. വലിയവനെന്ന് അർത്ഥം വെച്ചാൽ നമുക്ക് നമ്മുടെ മക്കളും വലുതാണ്, കുടുംബവും വലുതാണ്, കച്ചവടവും വലുതാണ്, കുറെ കാര്യങ്ങൾ വലുതാണ്. അപ്പൊ സ്വാഭാവികമായും അള്ളയും വലുതാണ്, കച്ചവടം വലുതാവുമ്പോ കുറച്ച് അള്ളാഹ് ഓർക്കും, പിന്നെ കച്ചവടം ഓർക്കും, പിന്നെ മക്കളെ ഓർക്കും, പിന്നെ മുട്ടുംകാലിന്റെ വേദന ആലോചിക്കും. ഇങ്ങനെ പലരും
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്റെ ഖൽബിൽ നിന്നേക്കാൾ വലുതായി ഒന്നുമില്ല. എന്റെ ബിസിനസ്സോ എന്റെ കച്ചവടമോ എന്റെ വ്യക്തിപരമായ വിഷയമോ എന്റെ ആരോഗ്യമോ എന്റെ മക്കളോ എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ ഒന്നും നിന്നേക്കാളും വലുതല്ല. റബ്ബേ അക്ബർ നീയാണ്. പിന്നെ കീശയിലേക്ക് ഒന്ന് മൊബൈലില് ആരോ വിളിച്ചപ്പോ വൈബ്രേഷൻ നടത്തിയത്, മൊബൈൽ വൈബ്രേറ്റ് ചെയ്തത് ആര് വിളിച്ചിട്ടാ റബ്ബേ എന്ന് ചിന്തിച്ചാലോ അപ്പൊ പിന്നെ വിളിച്ചോ വലുതാവും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ഒരു തരത്തിലുള്ള പരിഹാസമായി മാറി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നടക്കല പറയുമ്പോ അപ്പൊ എന്റെ കൽപ്പിൽ ഏറ്റവും വലുത് നീയാണ്. എന്നിട്ട് നമുക്ക് ദുനിയാവുള്ള എല്ലാ അടുക്കള മുതൽ അമേരിക്ക വരെ ചിന്തിക്കുന്ന സമയമാണ് നിസ്കാരത്തിന്റെ സമയം. സത്യത്തിൽ ഒരർത്ഥത്തിൽ അള്ളാഹിനെ പ്രവേശിക്കാൻ നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കും. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ഹുദി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത. അല്ലാഹുവേ നീ ഏറ്റെടുത്ത ആളുകളെ കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുക്കണേ. എനിക്ക് നീ എന്തൊക്കെ നൽകുന്നുണ്ടോ അതിലൊക്കെ എനിക്ക് ബർക്കത്ത് ചെയ്യണം. നീ വിധിച്ചതിൽ എന്തെങ്കിലും എനിക്ക് അനുകൂലമല്ലാത്തതുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റുകയും വേണം. എല്ലാ മനുഷ്യനും ആവശ്യമുള്ള ദുആണ്. നമ്മളത് ദുആ ചെയ്യുമ്പോൾ ഇതൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിച്ച് ദുആ ചെയ്യാം. ഈ മാമാണ് ദുആക്കുന്നതെങ്കിൽ ആമീൻ പറയും. നമ്മളാണെങ്കിൽ വേഗം സ്പീഡിൽ ദുആ ചെയ്ത് പിരിഞ്ഞു പോകും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളോട് ഒരാള് വന്ന് സ്വതക്ക ചോദിക്കാം, നിങ്ങൾക്കറിയാം അയാൾക്ക് അങ്ങനെ പൈസ ആവശ്യമില്ല എന്ന ഒരു പക്ഷെ നിങ്ങൾ ചോദിച്ചല്ലോ എന്ന് കരുതി എന്തെങ്കിലും ഒന്ന് കൊടുക്കും. പക്ഷെ കൊടുക്കാൻ ഉദ്ദേശിച്ച അളവിൽ നമ്മൾ കൊടുക്കുമോ? അള്ളാഹുവിനോട് നമ്മളിങ്ങനെ ചോദിക്കാം. നമുക്കിത് കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നമ്മളങ്ങനെ വെറുതെ ഇതൊരു ഏർപ്പാടാണ്. ഇവിടെയാണ് പേവ സംഭവിച്ചത്, അകമകേട് സംഭവിച്ചതാ. ദിക്ർ ചൊല്ലുമ്പോൾ അകമകേട് സംഭവിക്കരുത്, ഖുർആൻ ഓതുമ്പോൾ അകമകേട് സംഭവിക്കരുത്. ചില ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ വെക്കുന്ന അതേ അവരിരുന്ന സിനിമയും കാണും. ഒരുപാട് ഖുർആൻ ഉണ്ടാവും, മറ്റു പത്ത് സിനിമയുണ്ട്. പലപ്പോഴും ടിവിന്റെ മകളുടെ ഖുർആനൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് താഴെ സിനിമ. എന്താണ് ഈ ചെയ്യുന്ന പരിപാടി? അള്ളാഹിന്റെ ഖുർആനിനെ സാക്ഷാത്കാരം ചെയ്യാനല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ അറിയാതെ സംഭവിക്കാം. പഴയ ആളുകളെ ഖിബിലക്ക് നേരെ കാല് നീട്ടിയാൽ ഒന്ന് ഉപദേശിക്കുമായിരുന്നു, മോനെ അത് ചെയ്യല്ല എന്ന് പറയുമായിരുന്നു. ഇന്ന് അതൊക്കെ വളരെ നിസ്സാരമാണ്. പള്ളിയിലൊക്കെ, നമ്മുടെ നാട്ടിലെ പള്ളിയിലൊക്കെ നോക്കിയാൽ അറിയാം, നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവാൻ കുട്ടികളൊക്കെ ബാക്കോട്ട് വന്ന് കാലൊക്കെ നീട്ടി ഉഷാറായിരിക്കുക. അതബ് ഇല്ലായ്മയും നമുക്കിന്ന് വിഷയമല്ലാതെയായി മാറി. അതബാണ് ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂലധനം. അതബില്ല എങ്കിൽ അവിടെ ഈമാനില്ലെന്ന് മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ. അതബില്ലാത്തടത്ത് ഈമാനില്ല. അതബുണ്ടെങ്കിലേ മനുഷ്യന് ഈമാനുള്ളൂ. നമ്മുടെ ചെറുപ്പത്തിൽ ഇതിൽ പ്രായമുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പള്ളി ദർസിലും അതുപോലെ ഓച്ചുപള്ളിയിലും പോയി ദീന് പഠിച്ചവരുണ്ടാവും. ചെറുപ്പത്തിൽ നാം ഖുർആൻ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം നമുക്കൊരു കവറുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടുമുള്ള തലമുറ ഖുർആൻ സൂക്ഷിക്കാൻ അവർക്കൊരു കവറാണ്. ഒന്നുകൂടി കാലം പുരോഗമിച്ചപ്പോ കിതാബുകളുടെ മുകളിൽ ഖുർആൻ വെച്ച് ഇങ്ങനെ കൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകുമായിരുന്നു. ഇരിക്കുന്നവരെ അധികം ആളുകളെ ചെറുപ്പത്തിൽ ഖുർആൻ കൊണ്ടുപോയി അല്ലേ? ഇന്ന് ചന്തിക്കതായ തോന്നി നിൽക്കുന്ന ബാഗിലിട്ടാണ് ഖുർആൻ കൊണ്ടുപോകുന്നത്. ഈ കുട്ടി ഖുർആൻ പഠിച്ച എങ്ങനെ ഉപകാരപ്പെടാൻ? ചന്തിക്കതായ തോന്നി നിൽക്കുന്ന ബാഗ് നമ്മളാരും പറ്റിച്ചതാണ്. ആ ബാഗിലിട്ട് ഖുർആൻ കൊണ്ടുപോയി എന്നിട്ട് ആ കുട്ടി ഖുർആൻ പഠിക്കാൻ ചന്തിക്കതായ അഖ്ലാഖിന്റെ കിതാബ് വെച്ച് കുട്ടി മദ്രസയിലേക്ക് പോകുന്നു. ആ കിതാബ് എടുത്തിട്ട് കുട്ടി പഠിക്കുന്നു. ആപ്പാനെയും ഉമ്മാനെയും ബഹുമാനിക്കണം. എങ്ങനെ തലയിൽ കയറാനും കയറൂല. അതപകേട് സംഭവിച്ചു പോയതാണ്. നോക്കുന്ന അതബും അതബില്ലായ്മയും ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് ആദ്യം നന്നാവേണ്ടത് അതബാണ്. ഖുർആൻ ഉദാഹരണം അല്ലാതെ ദിക്ർ ചൊല്ലാൻ നല്ല അതബോട് കൂടി വളരെ സൂക്ഷിക്കണം. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹമുണ്ടോ എങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ 3 സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഖൽബിനെ പരിശോധിക്കണം. ചിലപ്പോൾ ഖൽബിന്റെ 3 സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഖൽബിനെ നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഖുർആൻ ഓതുന്ന സമയത്താണ്, ഇൽമിന്റെ മജ്ലിസുകളിലാണ്. 3 സുബഹിക്ക് മുമ്പുള്ള സമയത്താണ്.
ഈ 3 സമയത്ത് ഒരു മനുഷ്യന്റെ കൽബിന് ഉണർച്ചയില്ലെങ്കിൽ ആ മനുഷ്യന് ഈമാനിന് കാര്യമായ പ്രശ്നമുണ്ട്. ഖുർആൻ ഇങ്ങനെ കുറച്ച് ഓതുമ്പോ ഇത്രയൊക്കെ മതി, കൂടുതലൊന്നും ഓതാനാവൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. മജ്ലിസിന്റെ എലിവയായിരുന്നു ഞാൻ കുറെ കാലം കേട്ടാണ്, ഇപ്പൊ ഇരുന്നിട്ടുള്ള കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചില ആളുകൾക്കുണ്ടാവും. പിന്നെ മജ്ലിസൊക്കെ കാണുമ്പോൾ ഞാൻ നിൽക്കേണ്ട ആളൊന്നല്ല, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി പോകേണ്ട ആളാണ്. പ്രശ്നമാണ്. സമയം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സുബഹിക്ക് മുമ്പ് ഒരാൾക്ക് ദിക്റൊന്നും ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും പൽപ്പ് ഉണർന്നിരിക്കണം. തഹജ്ജുദ് നിസ്കരിക്കണം, അതാണ് വേണ്ടത്. സുബഹിയുടെ മുമ്പുള്ള സമയം ദുനിയാവിൽ എല്ലാ സ്വാലിഹീങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണ്. 2 ആളുകൾ പ്രത്യേകം ഉണരും. ഒന്ന് ചെറിയ മക്കളും 2 ഗർഭിണികളുമാണ്. സ്ത്രീകളുടെ സദസ്സിൽ ആയതുകൊണ്ടാണ് ഞാൻ എത്ര ധൈര്യത്തോടെ പറയുന്നത്, അവർ അനുഭവിച്ചതാവും. ഗർഭിണി തഹജ്ജുദിന്റെ സമയത്ത് ചെറിയ മക്കളും എന്താ അവരെണീക്കുന്നത്? ഗർഭിണി എണീക്കുന്നതല്ല, ഗർഭിണിയെ എണീപ്പിക്കുന്നതാണ്. എണീപ്പിക്കുന്നത് ഉള്ളിലുള്ള കുട്ടിയാണ്. ഗർഭിണിയുടെ ജീവിതം പരിശോധിച്ചാൽ അത് ബോധ്യമാവും. സുബഹിക്ക് മുമ്പേ ഗർഭിണി ഒന്ന് ഉണരും. നമ്മുടെ നാട്ടിലെ സ്വഭാവമുണ്ട്, നേരത്തെ ഉണർന്നാൽ എണീക്കില്ല, അവിടെ ഒന്നുകൂടി തിരിഞ്ഞു കിടന്നിട്ട് എങ്ങനെയെങ്കിലും ഉറങ്ങാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ചെറിയ മക്കള് 4:30 എണീക്കും. ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാലിൽ ഏറ്റവും പവിത്രതയുള്ള മുലപ്പാലാണ് തഹജ്ജുദിന്റെ സമയത്ത് മുലപ്പാലാണ്. അത്താഴത്തിന്റെ സമയത്തെ ഭക്ഷണമാണ് ഏറ്റവും ബർക്കത്തുള്ള ഭക്ഷണം. ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാലിൽ ഏറ്റവും ആ കുട്ടിയുടെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന മുലപ്പാല് തഹജ്ജുദിന്റെ സമയത്തെ മുലപ്പാലാണ്. ആ കുട്ടി അതിനു വേണ്ടി ഒന്ന് എണീക്കും. കുട്ടി എണീക്കുന്നത് 2 കാരണത്തിനാണ്. ഒന്ന്, അത്താഴം കഴിക്കുക എന്നുള്ളത് സ്വാലിഹീങ്ങളുടെ പതിവായിരുന്നു. 2ാമത്തെ കാരണം, സുബ്ഹിന്റെ മുമ്പ് തഹജ്ജുദിന്റെ സമയം ദുനിയാവിൽ എല്ലാ സ്വാലിഹീങ്ങളും ഉണർന്നു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് സ്വാഭാവികമായും കുട്ടിയുടെ കൽബ് ഉണർന്നിരിക്കും. നമ്മളെന്തെയ്യും? കുട്ടി ഉണർന്നാലും വേഗം തൊട്ടിലിന്റെ കൈ പിടിച്ച് പാട്ടൊക്കെ പാടി ഉറക്കിയിട്ട് വേഗം ഉറങ്ങിക്കാൻ മോളെ വാപ്പ 5:30 എണീക്കും തീരുമാനിക്കുന്നതാണ്. ഈ സ്വഭാവം മാറ്റണം. ഈ 3 സാഹചര്യത്തിലും മനുഷ്യന്റെ കൽബിനെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ 3ലും ഒരാൾക്ക് ആസ്വാദനമുണ്ടെങ്കിൽ ആ മനുഷ്യരിൽ ഈമാനുണ്ട്. ഖുർആൻ ഓതുന്ന സമയത്തും ഇൽമിന്റെ മജ്ലിസിന്റെ സമയത്തും സുബ്ഹിക്ക് മുമ്പേയുള്ള സമയവും ഒരാളുടെ കൽബിന് ഉണർച്ചയുണ്ടെങ്കിൽ ആ മനുഷ്യനെ അല്ലാഹുവിന്റെ ദീൻ ആസ്വദിക്കാൻ സാധ്യമാകുന്നവരാണ്. അല്ലാത്തവൻ എന്നെ കൊണ്ടൊന്നും കഴിയൂല എന്ന് ചിന്തിക്കുകയല്ല, അതിനാവശ്യമായ പണിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാതെ ഞാൻ എന്തായാലും ശരിയാവൂല എന്നൊന്നും പറഞ്ഞു മാറുകയല്ല. നാം ഒന്നാമത് ചെയ്യേണ്ട സംഗതി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മനുഷ്യന് അദബിന്റെ മേഖലയിൽ നല്ല കൃത്യതയിലേക്ക് പോകണം. 2ാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന എല്ലാ പണിയും അല്ലാഹുവിന് വേണ്ടിയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പലരും ഈ സദസ്സിലുണ്ട് എന്ന ബോധ്യത്തോടെയാണ് ഞാൻ പറയുന്നത്. ചെയ്യുന്ന പണി എല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ്. ഒരാള് ഭാര്യ ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണ്, അത് ഇബാദത്തായി കാണാൻ പെണ്ണിന് കഴിയുന്നില്ലെങ്കിൽ ആ ബന്ധത്തിന് പിന്നെ വലിയ അറിയാവുന്നില്ല. ഭാര്യയുടെ അടുത്തേക്ക് പോയി മുഖത്തേക്കൊന്ന് നോക്കുന്നത് നിനക്ക് ഇബാദത്താണെന്ന് തോന്നുന്നില്ലെങ്കിൽ നിന്റെ ബന്ധത്തിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. ഇന്ന റജുല ഇദാ നദറ ഇല ഇംറാഅതി വനദറതി ഇലൈഹി നദറ അല്ലാഹു ഇലൈഹി മാ നദറത റഹ്മ. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നത് സ്വാലിഹീങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നതിന് തുല്യമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല? നിങ്ങൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ സ്വാലിഹീങ്ങളുടെ മുഖത്തേക്ക് നോക്കിയ പോലെയാണ്. മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം രണ്ടാൾക്കുണ്ടാവും. ഭാര്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞാൽ കേവലം ദുനിയാവിൽ കുറച്ചു കാലം ജോലിയൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് ഭക്ഷണം ഉണ്ടാക്കി മക്കളെ ഉണ്ടാക്കി ജീവിച്ചു പോവാനുള്ളതല്ല. അങ്ങനെ മനസ്സിലാക്കണ്ട. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അങ്ങനെയൊക്കെ നിയന്ത്രണമൊക്കെയായി മാറിയിട്ടുണ്ട്. കുറച്ചു കാലമൊക്കെ ആസ്വദിക്കുക. അല്ലെ നിക്കാഹിന്റെ മുമ്പാണെങ്കിൽ കുറെ ഫോൺ ചെയ്യുക, നിക്കാഹിന് ശേഷമാണെങ്കിൽ ഫോണൊന്ന് കുറക്കുക. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഫോൺ ചെയ്താൽ എടുക്കാൻ സമയമില്ലാതാവുക. അങ്ങനെയൊക്കെ ഇന്നത്തെ കുടുംബ ജീവിതം. നിക്കാനും എല്ലാവരും ജോറാണ്, മണിക്കൂറുകളോളം സംസാരിക്കും. നിക്കാഹ് കഴിഞ്ഞാൽ സംസാരം കുറക്കും. നിക്കാഹ് കഴിഞ്ഞാൽ സംസാരിക്കൽ ഈ പാദത്താണ്.
നിക്കാഹ് കഴിഞ്ഞാൽ ഭാര്യയോട് സംസാരിക്കാൻ പറ്റാത്തവനും ഭർത്താവിനോട് സംസാരിക്കാൻ സമയമില്ലാത്തവനും കൊണ്ടിട്ടാൻ പോലെ ഞാനൊരു ദേഷ്യം അല്ലാഹുവിന്റെ ദീനാണ്. ഇണയോട് കുറച്ച് സമയം സംസാരിച്ചിരിക്കണം. നമുക്ക് എന്ത് ബിസി ഉണ്ടെങ്കിലും നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഏത് തിരക്കിന്റെ ഇടയിലും പരസ്പരം കുടുംബജീവിതത്തിന് സമയം കാണുമായിരുന്നു. ലോകത്തിന്റെ രാജാവാണ്, മദീനയുടെ ഭരണാധികാരിയാണ്. 23 വർഷകാലത്തിന്റെ ഉള്ളിൽ പ്രബോധന ദൗത്യം പൂർത്തിയാക്കാനുള്ള പ്രവാചകനാണ്. എല്ലാ സമൂഹത്തിന്റെ പ്രതിസന്ധിയും പരിഹരിക്കുന്നതോടൊപ്പം കുടുംബ ജീവിതത്തിലും അടുക്കളയിലെ ജോലിയിൽ പോലും പരസ്പരം ഒന്നിച്ചിരിക്കുമായിരുന്നു. ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവ് അങ്ങോട്ടും, ഭർത്താവിന്റെ വിഷയത്തിൽ ഭാര്യ ഇങ്ങോട്ടും ഇടപെടുമായിരുന്നു. ഇന്ന് നമുക്കൊന്നിനും ഒഴിവില്ല. പെണ്ണ് കിട്ടുന്നവരെല്ലാത്തിനും ഒഴിവുണ്ട്. ഫോൺ ചെയ്യാ, സംസാരിക്കുക, ചാറ്റ് ചെയ്യാ, ചീറ്റ് ചെയ്യാ, അതിനൊക്കെ ഒഴിവുണ്ട്. കുടുംബ ജീവിതത്തിലേക്ക് എത്തിയാൽ പലർക്കും ഒഴിവില്ല. കുടുംബജീവിതം നിങ്ങൾ ലില്ലാഹിക്ക് വേണ്ടിയാക്കണം. കുടുംബജീവിതം സത്യത്തിൽ ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ തന്നെയാണ് കുടുംബജീവിതം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. എല്ലാവരും സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടി പറയാം. നിങ്ങളെ ഭാര്യ ഇവിടെ നിൽക്കുന്ന ആളാണെങ്കിലും നാട്ടിലുള്ള ആളാണെങ്കിലും, രണ്ട് ടൈപ്പ് ആളുകൾ പ്രവാസികളും ഉണ്ടാവും. കുടുംബജീവിതം ശരിക്കും ആസ്വദിക്കാനുള്ളതാണ്. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന് സന്തോഷമാണ് വേണ്ടത്, ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഭാര്യയ്ക്ക് സന്തോഷമാണ് വേണ്ടത്. ഒന്ന് കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനുള്ള മനോഭാവം നമുക്ക് വേണം. അത് ആഹ്റത്തിൽ കൂലി കിട്ടാനാണ്, ദുനിയാവിൽ ആസ്വദിക്കാൻ വേണ്ടി മാത്രം. നീ എന്റെ ഭാര്യന്റെ അടുക്കൽ പോയി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ പിടിക്കുന്നത് തസ്ബീഹ് മാല എടുത്ത് 100 ഇസ്തിഗ്ഫാർ ചെല്ലുന്നതിനേക്കാളും പ്രാധാന്യമാണ്. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ഗ്രഹിക്കണില്ല. പെണ്ണിന് മാത്രം പ്രത്യേകതയാണ്. പെണ്ണിന് മാത്രമല്ല, ആളുകൊണ്ട് ഭാര്യ ഇങ്ങോട്ട് പിടിച്ചാലും ഭർത്താവ് അങ്ങോട്ട് കൈ പിടിച്ചാലും രണ്ടുപേരുടെ കൈകൾക്കിടയിലൂടെയും അവർ കൈകൊണ്ട് ചെയ്ത ദോഷങ്ങളെ അല്ലാഹു ഇല്ലാതെയാക്കി കളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തസ്ബീഹ് മാല 100 തവണ മറിക്കുന്നതിനേക്കാളും പ്രാധാന്യമാണ് കുടുംബജീവിതത്തിൽ നിന്ന് കൈപിടിക്കൽ. നിന്റെ ഭാര്യയുടെയും നിന്റെ ഭർത്താവിന്റെയും പ്രാധാന്യം ഇത്ര വലുതാണ് എന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ ചിലർക്കാരൊന്നുമല്ല, എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശുണ്ടാക്കുന്ന ടീമാണ്. എന്ത് ചെയ്താൽ തസ്ബീഹ് മാല പൊക്കിയാൽ നമ്മൾ നന്നാക്കാൻ നോക്കണം. ഒന്നുമില്ലെങ്കിൽ വലിച്ചെറിയുന്നതിന് മുമ്പ് ഒന്ന് സൂക്ഷിക്കാനും ശ്രമിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കുടുംബജീവിതത്തെ ഉപമിച്ച ഒരു രീതിയുണ്ട്. എന്നെ ഏറെ ചിന്തിപ്പിച്ച ആയത്താണ്. നിങ്ങൾ അവർക്കും വസ്ത്രമാണ്, അവർ നിങ്ങൾക്കും വസ്ത്രമാണ്. ഞാൻ കുറെ ചിന്തിച്ചു, എന്താ ഭാര്യ ഭർത്താവിനും വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യക്കും വസ്ത്രമാണ് എന്ന് പറഞ്ഞത്. അതിൽ ഒരുപാട് രഹസ്യമാണ്. വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു ചളിയായാൽ നാം ഒന്ന് ജസ്റ്റ് ഒന്ന് കേക്ക് വൃത്തിയാക്കാൻ നോക്കാം. എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഒന്ന് അലക്കിയിട്ടും ശരിയാവുന്നില്ലെങ്കിൽ അതിന്റെ കറകൾ കളയാനുള്ള സംവിധാനം നോക്കാം. ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ നോക്കാം. അപ്പോ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് സത്യത്തിൽ ഒന്ന് മുഖത്തേക്ക് നോക്കിയാൽ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന പോലെയാണ്. വലിയ പ്രതിഫലമുള്ള പണിയാണ്. ഭാര്യയും ഭർത്താവും കുറച്ച് സമയം മുഖത്തേക്ക് നോക്കിയിരിക്കണം. കണ്ണിലേക്ക് മാത്രം നോക്കിയാൽ 5 മിനിറ്റ് എങ്കിലും ഇടപെട്ടിരിക്കണം. സ്നേഹം കണ്ണിലേക്ക് മാത്രം നോക്കി ഭർത്താവ് ഇബാദത്താണ്. ഇതൊന്നും ദുനിയാവിന് വേണ്ടി പറയല്ല, അതൊക്കെ ആഖിറത്തിന് വേണ്ടി പറയാം. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പരിശുദ്ധ. നിങ്ങൾ നിക്കാഹ് കഴിയുന്നതോടുകൂടെ നിങ്ങളെ രണ്ടുപേരുടെയും സ്വർഗത്തിൽ പോകണോ എന്ന് തീരുമാനമായത് നിങ്ങൾ ഒന്നിച്ചിരുന്നതിന്റെ പേരിലാണ്. നിങ്ങൾ നിക്കാഹ് ചെയ്യുന്നതോടുകൂടെ നിങ്ങളെ ഈമാനിന്റെ 3/2 പൂർത്തിയാക്കിയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അഥവാ നിന്റെ ഈമാനിന്റെ 70% പൂർത്തിയായത് നിന്റെ ഭാര്യയെ കൊണ്ടാണ്, ഭാര്യന്റെ ഈമാനിന്റെ 70% പൂർത്തിയായത് ഭർത്താവിനെ. ഇതൊരു വലിയ മഹത്വം, വലിയ പ്രാധാന്യത്തോടെ അല്ലാഹു തന്നൊരു ഗിഫ്റ്റാണ്. അത് അങ്ങനെ തന്നെ കാണണം. ഒന്ന് മുഖത്തേക്ക് ഈമാനിന്റെ 70% പൂർത്തിയാക്കിയ ആളാണ്,
അല്ലെങ്കിൽ പൂർത്തിയാക്കിയ പെണ്ണാണ്, അതുകൊണ്ടൊന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഈമാനിന്റെ നോട്ടമാകണം ഉണ്ടാകേണ്ടത്. മരിയായ ആയിഷ റളിയല്ലാഹു അൻഹയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും വൈകുന്നേര സമയത്തൊക്കെ ചിലപ്പോൾ പറയും, ആയിഷ നമ്മളെ കുറിച്ച് നടക്കല്ലേ എന്ന് ചോദിക്കും. നീ എല്ലാവരും നാളെ മുതൽ ഈവനിങ് വാക്കിനെ രണ്ടാളും കൂടി അങ്ങാടിക്ക് ഇറങ്ങണമെന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. അവര് തമ്മിലൊരു സ്നേഹം, അവരതിലൊക്കെ ആസ്വാദനത്തിന്റെ അപ്പുറം ഇബാദത്തിനെ കണ്ടിരുന്നു. നമ്മളിന്ന് ഇബാദത്തിന്റെ അപ്പുറം ആസ്വാദനത്തെ കാണുകയാണ്. ഈ ആസ്വാദനം ദുനിയാവിലെ അവസാനിക്കുന്ന രൂപത്തിലാണ് പലരും ഇടപെടുന്നത്. ആ ഒരു നീയത്ത് നമ്മൾ മാറ്റണം. നീയത്ത് ലില്ലാഹിയാണ്. ഭാര്യ തഹജ്ജുദിന് എഴുന്നേറ്റില്ല എന്നാ ഭർത്താവ് വിളിക്കണം, ഭർത്താവ് എണീറ്റില്ല എന്നാ ഭാര്യ വിളിക്കണം. നിസ്കാരം ഒരാൾക്ക് ഖളാ ആവുമെന്ന് തോന്നിയാൽ പരസ്പരം നിസ്കാരം ഒരിക്കലും തന്നെ ഇങ്ങനെ നിസ്കാരം ഖളാ ആവാതെ സൂക്ഷിക്കേണ്ട ബാധ്യത പരസ്പരം ഇണകൾക്കാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കുടുംബ ജീവിതം. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ ഭർത്താവിനെ വിളിക്കുമായിരുന്നു. ഭാര്യ നേരത്തെ നിൽക്കുന്നത് ഭർത്താവിനെ വിളിക്കും. ഞാൻ ഒരിക്കൽ വയനാട് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്റെ ഭാര്യയാണ് എന്റെ സൗഭാഗ്യം. ഞാനിങ്ങനെ കരുതി അദ്ദേഹം ഡയലോഗ് അടിച്ചതായിരിക്കും. ഭാര്യ അടുക്കളയിലുണ്ട്, ഉള്ളിൽ നിന്ന് കേൾക്കാവുന്ന ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതേപോലെ എന്റെ ഭാര്യ എന്റെ ജീവിതത്തിൽ എല്ലാം തിരുത്തി തിന്നവണ്ണാണ്. അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു, തഹജ്ജുദ് 2 മണിക്ക് വന്ന് കിടന്നുറങ്ങിയാലും 4:30 അത് ഭാര്യ വന്നിട്ട് പറയും, സംഗതി നിങ്ങൾ നല്ല പ്രസംഗമൊക്കെ നടത്തുന്ന നല്ല ബിസി ഉള്ള ആളാണ്, അതൊക്കെ ശരിയാണെങ്കിലും നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ആഖിറത്തിൽ എനിക്ക് നിങ്ങളെ മിസ്സാവും. അതുകൊണ്ട് ആഖിറത്തിൽ എനിക്ക് മിസ്സാകാൻ പാടില്ല. അവിടെ നമുക്ക് കുറെ കാലം ആസ്വദിക്കാനുള്ളതാണ്. എണീറ്റ് നിസ്കരിക്കുന്നു. നാളെ പെണ്ണുങ്ങളെ വിളിച്ചാൽ അത് ചീത്ത പറയുന്നു വേണ്ട. സത്യത്തിൽ ഇതാണ് കുടുംബജീവിതത്തിന്റെ ആസ്വാദനം. ഭാര്യയും ഭർത്താവും നമ്മൾ നല്ല ഒരു സ്നേഹം എല്ലാ സമയം. അങ്ങനത്തെ ഒരു ഭാര്യ മരിക്കുമ്പോൾ അടുത്തിരുന്നാൽ നമുക്ക് ഈമാൻ കിട്ടുമല്ലോ. ഇങ്ങനെ തഹജ്ജുദിനെ വിളിച്ചു നടത്തുന്ന ഒരു പെണ്ണ്, നമ്മെ ഖൈറിൽ മാത്രം ഉപദേശിക്കുന്ന ഒരു പെണ്ണ്, നമുക്ക് ശർറാണെന്ന് തോന്നുന്നതിനെ തട്ടി മാറ്റുന്ന ഒരു പെണ്ണ്, നമ്മൾ മരിക്കുന്ന സമയത്ത് അടുത്തുണ്ടായാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭർത്താവ് നമ്മുടെ മരണസമയത്ത് മുന്നിലുണ്ടായാൽ തന്നെ നമുക്ക് ഈമാൻ കിട്ടി മരിക്കാൻ പറ്റുമെന്നാണ്. അതാണ് ഖുർറത്ത് ഐൻ എന്ന് പറഞ്ഞത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഖുർറത്ത് ഐനിനെ നൽകണമെന്നാണ്. ഖുർറത്ത് ഐൻ എന്ന് പറഞ്ഞാൽ 4 സന്ദർഭങ്ങളിലാണ്. മക്കളും ഖുർറത്ത് ഐനാണ്, ഭാര്യയും ഇണകളും ഖുർറത്ത് ഐൻ. ഖുർറത്ത് ഐൻ എന്ന് പറഞ്ഞാൽ പരമാനന്ദമാണ്. പരമാനന്ദം 3 ഘട്ടങ്ങളിലാണ്. ഒന്ന്, മരിക്കുമ്പോൾ മുന്നിൽ കണ്ടാലോ ഓർത്താലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം. ശരിക്കും ശ്രദ്ധിക്കണം. മരിക്കുമ്പോൾ ഭാര്യ എങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഓർമ്മ എന്നെ തഹജ്ജുദിന് വിളിച്ചു നടത്തുന്ന എന്റെ ഭാര്യ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഈമാൻ കിട്ടും. അങ്ങനത്തെ പെണ്ണാണ് നമ്മളെ പെണ്ണാവേണ്ടത്. അങ്ങനത്തെ ആണ് നമ്മളും ആവേണ്ടത്. പെണ്ണിന്റെ മാത്രം ഡ്യൂട്ടിയല്ല, ആണിന്റെ കൂടി ഡ്യൂട്ടിയാണ്. ചില ആളുകളെ ചിന്തിക്കും, അങ്ങനൊക്കായ സ്വർഗത്തിൽ ഇവിടെ തന്നെയല്ലേ കിട്ടുക, ഇവിടെ ഏതായാലും സഹിച്ചു, ഇനി എവിടെയും സഹിക്കണമെന്ന് ചിന്തിക്കണ്ട. ഇവിടെ ഓരോ രൂപവും സ്റ്റൈലൊക്കെ മാറും. സ്വർഗത്തിൽ മുന്നിക്കാൻ തോന്നിയിട്ട് ഞാൻ ഒരിക്കലും മജ്‌ലിസിൽ ചോദിച്ചു, സ്വർഗത്തിൽ ദുനിയാവിൽ കിട്ടിയ ഇണയെ കിട്ടണമെന്ന് ദുആ ചെയ്തൊരു ഫേസ്ബുക്ക് ആളുകൾക്കൊന്നും പൊക്കാൻ ധൈര്യമില്ല. അവസാനം 2 കാക്കാര് പ്രായമുള്ള മനുഷ്യന്മാരെ വിളിച്ചു. എന്റെ സദസ് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എന്റെ ഭാര്യയെ കൊണ്ട് വലിയ ഷർട്ടാണ്, ഞാൻ എങ്ങനെ ദുആ ചെയ്യാറില്ല. അങ്ങനെയാണ് സംഗതി. ദുനിയാവിൽ ചില പോലെ ആരും തിരഞ്ഞവരല്ല, മനുഷ്യനാണ് ഭാര്യയും ഭർത്താവും എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ ബലഹീനതയോട് കൂടെയാണ്. ആണിന് ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ പെണ്ണിന് 2 വീക്ക്നെസ് ഉണ്ടാവും. ആണിന് ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ പെണ്ണിന് 2 വീക്ക്നെസ് ഉണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പെണ്ണ് കിട്ടുമ്പോ കല്യാണം കഴിയുമ്പോ തന്നെ എന്റെ ഭർത്താവ് 100ൽ 100ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ റസൂലിന്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കേണ്ടതായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഭാര്യ 100ൽ 100ആയിരിക്കണം. ഞാൻ എന്ത് മനസ്സിൽ കരുതിയാലും അത് അപ്പോഴേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഭാര്യയാകാൻ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ മനസ്സിൽ കരുതി അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല.
ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നാം പറയുന്നത് അവർക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നേരത്തേക്കാണ്. പരസ്പരമുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ നാം തയ്യാറാവുകയും ഖുർറത്തു ഐനാകണം. ഒന്ന് നോക്കിയാൽ പരമാനന്ദം ഉണ്ടാകണം. പരമാനന്ദത്തിന്റെ ഒന്നാമത്തെ ഘട്ടം മരിക്കുമ്പോൾ അവളെ ഓർത്താൽ ഈമാൻ കിട്ടി മരിക്കലാണ്. അവനെ ഓർത്താലും അങ്ങനെ തന്നെ വേണം. രണ്ടാമത്തത് മഹ്ശറിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഭാര്യ വാപ്പ എണീക്കും, ഉമ്മ എണീക്കും, ഉമ്മ എണീറ്റ പിന്നെ മക്കൾ എണീക്കും. അങ്ങനെയാണ് ഓർഡർ. ഖിയാമത്ത് ആദ്യം ഭർത്താവ്, പിന്നെ ഭാര്യ, പിന്നെ മക്കൾ, ഇവരാണ് ഒരുമിച്ച് എണീക്കുക. എണീറ്റാൽ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ ഒരുമിച്ച് മഹ്ശറിലേക്ക് പോകാൻ പറ്റണം. ചില ആളുകൾ മുഖത്തേക്ക് നോക്കി ഓടൂല, മുഖത്തേക്ക് നോക്കി പരസ്പരം പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുക. ചില ആളുകള്, ചില ഭാര്യയും ഭർത്താവും മുഖത്തേക്ക് നോക്കൂല. എന്തേ കാരണം? പരസ്പരം ബാധ്യത പൂർത്തിയാക്കിയിട്ടില്ല എന്ന ഫീലിംഗ് ആണ്. ദുനിയാവിൽ നിന്ന് തന്നെ ബാധ്യത പൂർത്തിയാക്കിയാൽ പിന്നെ പ്രശ്നമല്ല. ബാധ്യത പൂർത്തിയാക്കാത്തതാണ് പരസ്പരം പിന്തിരിഞ്ഞോടാൻ കാരണം. സ്വർഗത്തിലെത്തിയാൽ ഒരാൾ ആദ്യം ചോദിക്കുക അയിന അബി, റബ്ബേന്റെ വാപ്പയുടെ. പിന്നെ ചോദിക്കും അയിന ഉമ്മി, റബ്ബേന്റെ ഉമ്മയുടെ. എന്നിട്ട് ചോദിക്കും അയിന സൗജി, അല്ലാഹുവേ എനിക്ക് ദുനിയാവിൽ നൽകിയ ഇണയെവിടെ. ഇത് നമ്മുടെ ഭാര്യ ആദ്യം പോയി ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. നാമാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഭാര്യയെ ചോദിക്കും. അല്ലാഹു ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തുന്നവരിൽ നമ്മയും നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു നൽകിയവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. രണ്ട് രംഗങ്ങളിൽ, ഈ മൂന്ന് രംഗങ്ങളിലാണ് സത്യത്തിൽ പരമാനന്ദം ഉണ്ടാകുന്നത്. ഇതിന് നാം ചെയ്യേണ്ടത് എന്താ? ഭാര്യയെ നോക്കുമ്പോൾ എന്റെ ഈമാന്റെ 70% പൂർത്തിയാക്കാൻ കാരണക്കാരി ഇവളായിരുന്നു എന്നും, ഭർത്താവിനെ കാണുമ്പോൾ എന്റെ ഈമാനിന്റെ 70% പൂർത്തിയാകാൻ കാരണം ഇവനായിരുന്നു എന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റണം. എന്നിട്ടൊന്ന് സലാം പറയാം. അപ്പൊ അങ്ങനെ കൈകൾക്കിടയിലൂടെ ചെയ്തു പോയ ദോഷങ്ങൾ ഒഴിച്ചു പോകുമെന്ന് ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഭാര്യയുടെ 40 ദോഷം കൊടുക്കപ്പെടുമെന്ന് മഹാന്മാർ. ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം ഭാര്യ കൊടുത്താൽ 40 ദോഷം കൊടുക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരേ ഗ്ലാസ്സിൽ നിന്ന് കുടിച്ചിരുന്നു എന്ന് നാം പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. ഒരാൾ ചുണ്ട് വെച്ചത് എവിടെയാണെന്ന് നോക്കാൻ നടത്താണ്. ഒരു വല്ലാത്ത സ്നേഹമാണ്. നമുക്ക് ഇന്ന് അതൊക്കെ മിസ്സായിട്ടായി. നാം ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയതോ വൃത്തികെട്ട വീഡിയോസ് കാണുന്ന അവസ്ഥയിലേക്ക് പോലും പുതിയ തലമുറ എത്തി. ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറി മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ജീവിതത്തിൽ നൽകിയ സന്തോഷം പോലെ സന്തോഷിക്കണം. രണ്ട് കാര്യം അതിൽ വളരെ പ്രധാനമാണ്. ഒന്ന്, പരസ്പരം സംസാരിച്ചിരിക്കണം. സംസാരിച്ചിരിക്കുന്നത് വളരെ അകത്തിരുന്നിട്ടാവും. അങ്ങനെ തന്നെ വേണം. അത് അങ്ങനെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. അടുത്തിരുന്ന് തന്നെ സംസാരിക്കണം. രണ്ട്, പരസ്പരം സലാം പറയുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും സാധിക്കുമെങ്കിൽ ഒരേ പ്ലേറ്റിൽ നിന്ന് തന്നെ കഴിക്കണം. നിങ്ങൾ വിദേശത്തൊക്കെ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അത് വളരെ എളുപ്പമാണ്. നാട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ വല്യമ്മയും വല്യപ്പി അളാപ്പി എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ സാധിക്കണമെന്നില്ല. വീട്ടിൽ നിന്ന് കഴിക്കണം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്, തെറ്റുകൾ രണ്ടാളിന് സംഭവിക്കും. ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്തോ സ്നേഹം പറയും. ചോദ്യം ചെയ്യുമ്പോൾ സംശയം വർദ്ധിക്കും. ചോദ്യം ചെയ്യുമ്പോൾ സംശയം വർദ്ധിക്കും. സംശയം വർദ്ധിച്ചാൽ സ്നേഹം മുറിഞ്ഞു പോകും. നമുക്ക് ഇന്ന് നമ്മുടെ നാടുകളിൽ ത്വലാഖിന്റെ എണ്ണം വർദ്ധിച്ചതിന്റെ പ്രധാന കാരണം പരസ്പരമുള്ള ചോദ്യശകലങ്ങളാണ്. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ വ്യഭിചരിച്ചു എന്ന് മദീനക്കാരെ മുഴുവൻ പറഞ്ഞു നടന്ന ഒരു സമയമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഇറങ്ങിയാൽ ഉടനെ ആളുകൾ വന്ന് പറയും, നബിയെ ഭാര്യ വ്യഭിചരിച്ചില്ലേ. അപ്പോൾ ഒരു ഭർത്താവിനുണ്ടാവുന്ന വിഷമം ചിന്തിച്ചു നോക്കി. ദിവസങ്ങളോളം ഇങ്ങനെ ഉണ്ടായി. ഒരിക്കൽ പോലും ഭാര്യയുടെ അടുത്ത് പോയി ആയിഷ നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. ഞാൻ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചില്ല. എന്തേ കാരണം? ഭാര്യയെ ചോദ്യം ചെയ്താൽ സ്നേഹം മുറിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ ചോദ്യം ചെയ്താൽ അങ്ങനെ തന്നെയാണ്. സംശയങ്ങൾ വർദ്ധിക്കുമ്പോൾ ചോദ്യങ്ങൾ വർദ്ധിക്കുന്നു. രണ്ടും പരസ്പരമുള്ള ബന്ധം അകലാനേ കാരണമാവും. നിങ്ങൾ എപ്പോഴും
ഭർത്താവിനെ കാണുകയും ഭാര്യയെ കാണുകയും റബ്ബേ അല്ലാഹു എന്റെ ഈമാനിന്റെ 70% പൂർത്തിയാക്കി തന്നത് ഇയാളുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇവളുള്ളത് കൊണ്ടോ ആണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും പോരായ്മയുണ്ടാകാം, അത് നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കണം. ദുനിയാവിൽ ജീവിക്കുന്ന ഒരാള് ഒരു ഹറാമും കാണാതെയും കേൾക്കാതെയും മാത്രമേ എന്റെ ഭർത്താവ് ജീവിക്കാവൂ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതിന്റെ പേരിൽ പരസ്പരം പ്രശ്നങ്ങളാവില്ല. എന്നോട് ഫസ്റ്റ് വന്ന സമയത്താണോ എനിക്കറിയില്ല, ഫസ്റ്റ് വന്നപ്പോ രണ്ടാമത് വന്നപ്പോയോ ഇവിടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഒരാൾ പറഞ്ഞിരുന്നു, സംഗതി ഭാര്യ കണ്ട് അങ്ങാടി കൂടെ നടക്കുമ്പോഴൊക്കെ ഡ്രസ് വാങ്ങാൻ പൈസ ഇല്ലാത്ത പല സ്ത്രീകളെയാണ് കാണുന്നത്, അറിയാതെ നോക്കിപ്പോയാൽ എന്തെങ്കിലും സംഭവിക്കും സാധ്യത വെച്ചു. അറിയാതെ നോക്കാനൊന്നും പാടില്ല, അത് മറ്റൊരു സത്യം. ഈ മനുഷ്യൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു, നമ്മൾ വേഗം പോയി ഉള്ള ബന്ധങ്ങളെ വശമാക്കുന്നത്. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ വലിയ തെറ്റുകളിലേക്കൊന്നും എത്താതെ ഈമാൻ ഉറച്ചു ജീവിക്കാനുള്ള അവസരം നൽകട്ടെ. അതേസമയം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നല്ല ഭാഷയിൽ പോയി തിരുത്താൻ നമുക്ക് സാധിക്കണം. നല്ല ഭാഷയിൽ തിരുത്തി നോക്കി. തിരുത്തുമ്പോൾ ചെയ്യേണ്ടത് അടുത്തിരുന്ന് ആദ്യം സ്നേഹം പ്രകടിപ്പിച്ചിട്ടേ തിരുത്താവും. നമ്മൾ ആദ്യം സംശയം പ്രകടിപ്പിച്ച് തിരുത്തിയാൽ ബന്ധം വശമാണ്. എടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബ കേസിന്റെ അടുത്ത് തൊലാഖിന്റെ വക്കീലെത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കാരണം ചോദിച്ചപ്പോ രണ്ടുപേർക്കും അടിസ്ഥാന കാരണങ്ങളൊന്നും ഇല്ല. കുറെ സമയം സംസാരിച്ചു. അവസാനം എനിക്ക് അവരെ സംസാരത്തിൽ നിന്ന് ബോധ്യമായ ഒരു യാഥാർത്ഥ്യം, ആ സഹോദരി നിക്കാഹ് കഴിഞ്ഞ് വന്ന ഉടനെ രണ്ടുപേരും മാത്രം വീട്ടിലുള്ള സമയത്ത് വളരെ ജോലിയായി സംസാരിക്കുക. അപ്പൊ സംസാരിക്കുന്നതിനിടയിൽ ഭാര്യ ടേബിളിലേക്കാണ് കയറിയിരുന്നു. അപ്പൊ അവിടെ പിന്നിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് നിലത്തേക്ക് കൂടെ പൊട്ടിപ്പോയി. അപ്പൊ ഭർത്താവിന് തോന്നി എന്റെ ഭാര്യക്ക് തീരെ ശ്രദ്ധല്ലോ എന്ന് തോന്നിപ്പോയി. സംഗതി അപ്പൊന്നും ചെയ്തത്, അത് പച്ച സാധനം നല്ല കുട്ടിയാണ്. പക്ഷെ ചെയ്തത് എന്താ, വളരെ ഫ്രീ ആയി സംസാരിച്ചു. ടേബിളിലേക്ക് ഒന്ന് കയറിയിരുന്നു, ഉഷാറായി സംസാരിക്കാൻ നോക്കിയതാ. പിന്നിൽ ഒരു ഈ പൊട്ടുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് നിലത്തേക്ക് കൂടെ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ സംശയങ്ങൾ വർദ്ധിച്ചു, സംശയം വലുതായി. അവസാനം അതാണ് പിന്നെ ഈ പെണ്ണ് അലക്കിയിട്ട ഡ്രസ്സ് നിലത്തേക്ക് വിടാനും ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇവൾക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. സംശയരോഗം ഒരിക്കൽ പിടിപെട്ടാൽ എല്ലാത്തിനെയും അതിലേക്ക് കൂട്ടി വയ്ക്കും. അതുകൊണ്ട് പരസ്പരം ഒരിക്കലും സംശയിക്കരുത്. നിങ്ങൾ പരസ്പരം ഈമാനിന്റെ 70% പൂർത്തിയാക്കാൻ ജീവിതത്തിൽ സഹായിച്ച നിങ്ങൾ ഈമാനിന്റെ 100% പൂർത്തിയാക്കാൻ സഹായിക്കുകയാണ് വേണ്ടത്. ഈമാനിന്റെ 3% ഉണ്ടാകാൻ സഹായിച്ചത് നിന്റെ ഇണയാണെങ്കിൽ ബാക്കിയുള്ളതിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്നും ബാക്കിയുള്ളതിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്ത് വിഷയം ഉണ്ടായാലും പരസ്പരം നല്ല മനസ്സ്. ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. തെറ്റില്ലാത്ത ഒരാൾ ദുനിയാവിൽ ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമീങ്ങളായ അമ്പിയാക്കളും മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളും ഒഴികെ പൊതുവെ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കും. ചിലപ്പോൾ പറയുന്നത് അസ്ഥാനത്താവും. ചിലപ്പോൾ അവര് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞത് നമുക്ക് സന്തോഷമായി തോന്നില്ല. അതിലൊന്നും നമ്മൾ വലിയ ഗൗരവമൊന്നും കാണരുത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദേഷ്യം വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് പാത്രം അടിച്ചു പൊട്ടിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടല്ലേ പ്രതികരിച്ചത്, ഒന്നും പറഞ്ഞില്ലല്ലോ. അതാണ് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ടത്. ചിലപ്പോ അംഗീകാരം കൊടുക്കാനൊക്കെ നമുക്ക് വലിയ പ്രയാസമാണ്. ഭാര്യക്കൊരു സ്വഭാവമുണ്ട്, നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന നമ്മൾ മുഖത്തേക്ക് നോക്കി കിടക്കുക, ഇയാൾ എന്താണ് റബ്ബേ ചിന്തിക്കുന്നത് എന്നായിരിക്കും ഭാര്യ ആലോചിക്കുക. ഇതൊന്ന് ഉഷാറായിട്ടോ എന്ന് പറഞ്ഞാൽ സംഗതി എല്ലാം പരിഹാരം. നമ്മള് ഭക്ഷണം ടേസ്റ്റ് ഉണ്ടായാൽ പറയൂല, ഉപ്പ് പറഞ്ഞാൽ അപ്പോൾ പറയും ഈ ഭക്ഷണം ഉണ്ടാക്കി ശരിയായില്ലല്ലോ എന്ന് പറയും. അതല്ല വേണ്ടത്. ഒരു ദിവസം നന്നായി ഉണ്ടാക്കി എപ്പോഴൊന്നും അംഗീകാരം കൊടുത്താൽ മതി. എന്നാൽ പിന്നെ എന്നും ടേസ്റ്റ് ഉള്ളത് ഉണ്ടാക്കാൻ കഴിയും. ഡ്രസ്സൊന്ന് വാങ്ങിക്കൊണ്ടുവന്നു, ഭർത്താവ് സന്തോഷത്തോടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഭാര്യ ആ ഡ്രസ്സ് നോക്കി ഇതും ശരിയായില്ല എന്ന് ആദ്യം പറയുന്നത്. ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല, എന്നാലൊന്നും ഒതുങ്ങുകയാണ്. ആദ്യം സന്തോഷത്തോടെ സംഗതിക്ക് വളരെ ഉഷാറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ ടെൻഷൻ ആവാത്ത രൂപത്തിൽ തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുക. നേരെ കാണുമ്പോൾ തന്നെ അതിനെ വിമർശിക്കാൻ ഒരാൾ ഒരുങ്ങരുത്. അപ്പോഴാണ് മാനസികപരമായ സംഘർഷങ്ങളും വളർച്ചയിലേക്ക് കുടുംബ ബന്ധങ്ങൾ എത്തിച്ചേരുന്നത്. ഈ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകുക. അല്ലാഹു നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.
മഹ്ശറയിൽ എത്തുന്ന സമയത്ത് അല്ലാഹു തആല ആദ്യം വിളിച്ചു പറയുന്ന ഒരു വിഭാഗം ആളുകളോട് അല്ലാഹു എഴുന്നേറ്റ് വരാൻ പറയും. ആ എഴുന്നേറ്റ് വരാൻ പറയുന്നത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ജീവിച്ചവരോട് മാത്രമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ആദ്യം വിളിക്കുന്നത് അവരെയാണ്. അലാ ഫൽയകും മൻ കാന അജ്റുഹു അലല്ലാഹി എന്ന് പറയും. അല്ലാഹ് കൂലി തരാൻ ചില ആളുകൾക്ക് അല്ലാഹ് കൂലി തരൽ അല്ലാഹുവിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനത്തെ ചില മനുഷ്യന്മാർ ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ എണീറ്റ് വരി എന്ന് പറയും. ഫലാ യഖൂമു ഇല്ലാ മൻ അഫാ അൻ അഖീ, വിട്ടുവീഴ്ച ചെയ്തവനല്ലാത്ത ഒരാൾ എണീക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ ഉണ്ടാവും, പരിമിതി ഉണ്ടാവും. മനുഷ്യനാണ്, ഏത് മനുഷ്യനിലും ന്യൂനതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരാൾക്കുള്ള ന്യൂനതയാവില്ല മറ്റൊരാൾക്ക്. പൊതുവെയുള്ള പ്രശ്നം, പുരുഷൻ പെണ്ണ് സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കും, പുരുഷന് സംസാരിക്കാൻ ഒഴിവുണ്ടാവില്ല. പുരുഷനും പെണ്ണും അംഗീകാരം ആഗ്രഹിക്കും, പരസ്പരം രണ്ടോളം അംഗീകാരം കൊടുക്കില്ല. ഇവിടെയൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. തിരക്ക് കൂടുന്തോറും ഇതിന്റെ സ്വഭാവം കൂടും. നമ്മള് നിക്കാഹിന്റെ മുമ്പുള്ള ഫോൺ കോൾ, നിക്കാഹിന് ശേഷമുള്ള ഫോൺ കോൾ ഒന്ന് ശരിക്കും കൂട്ടി വായിച്ചാൽ മതി. ആദ്യം ഫോൺ ചെയ്യാനൊക്കെ ഭയങ്കര ജോറാണ്. സംസാരിക്കുന്ന കേട്ടാ തോന്നും 95-ാമത്തെ വയസ്സിൽ ഫോൺ കട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നിപ്പോകും. ഫോട്ടായിട്ടും എല്ലാ സംഗതിയും നിക്കാഹ് കഴിയുമ്പോൾ ഇങ്ങനെ കുറയുന്നു. അങ്ങനെ കുറയൽ സ്വാഭാവികം. എന്നാൽ സത്യത്തിൽ മുസ്ലിം വേണ്ടത് എന്താ? നിക്കാഹ് കഴിഞ്ഞിട്ട് പ്രണയിക്കുകയാണ്. കാരണം സ്വർഗത്തിൽ നമുക്ക് പ്രണയിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. സ്വർഗം പ്രണയിക്കാനുള്ളതാണ്. സ്വർഗത്തിൽ കാര്യമായുള്ള ഒരു മേഖല പ്രണയം തന്നെയാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. എല്ലാവരും ദുനിയാവിൽ കിട്ടുന്ന എന്നെ തന്നെ സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആവശ്യമാണ്. അല്ലാഹു ദുനിയാവിൽ തന്നവരെ തന്നെ സ്വർഗത്തിൽ നൽകട്ടെ. ആമീൻ. ദുനിയാവിൽ കിട്ടിയ പെണ്ണെന്നെ സ്വർഗത്തിലും കിട്ടണം, ദുനിയാവിൽ കിട്ടിയ ആണിനെ തന്നെ സ്വർഗത്തിലും കിട്ടണം. സ്വർഗത്തിൽ രണ്ടുപേരും ഇങ്ങനെ മരത്തിന്റെ ചോട്ട് പോയി 70 വർഷം സൗന്ദര്യം നോക്കി ആസ്വദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ പെണ്ണുങ്ങളെ മൊത്തം 7 മണിക്കൂർ നിങ്ങൾക്ക് തുടർച്ചയായി നോക്കി നിൽക്കാൻ കഴിയൂല. കുറച്ചൊക്കെ നോക്കുമ്പോൾ അതൊക്കെ തന്നെയല്ലേ ഭംഗി എന്ന് തോന്നുന്നു. 70 വർഷമൊക്കെ സൗന്ദര്യം മാത്രം നോക്കി ആസ്വദിക്കുമെന്നാണ്. 70 വർഷം. എല്ലാ ആഴ്ചയിലും സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയുടെ പേര് ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ്. വെള്ളിയാഴ്ച മാത്രം പോകേണ്ട അങ്ങാടി. അവിടെ പോയി വരുമ്പോ രണ്ടാളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യവും മാറും, ഫേസ് കട്ട് മാറും. ഇന്ന് കണ്ട മുഖല്ല അടുത്ത ആഴ്ച പുതിയ മോഡൽ, പിറ്റത്തെ ആഴ്ച പുതിയ മോഡലാണ്. ഇത് ദുനിയാവിൽ ഒരിക്കലും കിട്ടൂല. ദുനിയാവിൽ ആഗ്രഹിച്ചിട്ട് ഇവിടെ അള്ളാഹ് ആകെ ഇറക്കിയത് നിഅമത്തിന്റെ 1% 1% ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ്. 99% അല്ലാഹു സംവിധാനിച്ചത് സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗ്ഗത്തിലുള്ള ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ പെണ്ണെ കറുത്തവാവിന്റെ രാത്രി ഭൂമിയിലേക്ക് നോക്കിയാൽ അവിടെ സൗന്ദര്യം കൊണ്ട് ആകാശഭൂമി മുഴുവൻ പ്രകാശിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്തായിരിക്കും സൗന്ദര്യം? എങ്ങനെ മനുഷ്യൻ ചിന്തിക്കും? ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ലോകസുന്ദരി ഈ റോഡിലൂടെ കറുത്തവാവിന്റെ രാത്രി പോയാൽ അവിടെ കാണണമെങ്കിൽ ടോർച്ചടിച്ച് നോക്കേണ്ടി വരും. എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ലോക്കൽ പെണ്ണ് കർത്തവാവിന്റെ രാത്രി ഇങ്ങോട്ട് നോക്കിയാൽ സൂര്യൻ പ്രകാശിക്കുന്ന നമ്മുടെ ദുനിയാവ് മുഴുവൻ അങ്ങനെ പ്രകാശിക്കണം. കണ്ട പറയാതെ സുജൂദ് ചെയ്തു പോയല്ലോ. സ്വർഗത്തിലൂടെ നടക്കാൻ വലിയൊരു വെളിച്ചം. ജിബ്രീൽ അലൈഹിസ്സലാം നേരെ സുജൂദ് ചെയ്തു. അപ്പോ സൈഡിൽ നിന്നൊരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം എഴുന്നേറ്റ് നോക്കി. അപ്പോൾ ഒരു പെണ്ണിനെ അടുത്ത് നിൽക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ വെളിച്ചമാണെന്ന് കരുതി സുജൂദ് ചെയ്തതാണെന്ന് അവര് പറഞ്ഞു. ജിബ്രീൽ അള്ളാഹുവിന്റെ വെളിച്ചമല്ല, ഞങ്ങൾ സംസാരിച്ച് പുഞ്ചിരിച്ചപ്പോൾ പല്ലൊന്ന് പുറത്തേക്ക് വെളിവായതാണ് ഈ വെളിച്ചത്തിന്റെ കാരണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സ്വർഗ്ഗത്തിലുള്ള ഹൂറുൽ-ഈങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞു. എന്നാൽ ഹൂറുൽ-ഈങ്ങളെക്കാളും 10 ഇരട്ടി സൗന്ദര്യമാണ് ദുനിയാവിൽ നിന്ന് പോകുന്ന പെണ്ണിനെന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹൂറുൽ-ഈങ്ങൾ ദുനിയാവിലെ സ്ത്രീകളെ മുമ്പിലെ ലോക്കലാണ്.
മനസ്സിലായില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നൊക്കെ എന്റെ പെണ്ണുങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നാണ് പലരും അനുഭവിക്കുന്നത്. ഇപ്പോൾ മൂക്കൊലിപ്പിച്ച് നടക്കുന്നത് നിങ്ങൾ വിഷയാക്കേണ്ട ശരിയോ? ഹൂറുലീങ്ങൾ നമ്മുടെ ഭാര്യമാരുടെ സൗന്ദര്യത്തിന്റെ താഴെ സ്വർഗത്തിൽ വെച്ച് ഹൂറുലീങ്ങളും ദുനിയാവിലെ സ്ത്രീകളും തമ്മിൽ ഒരു കലഹം ഉണ്ടാവും. അവരിങ്ങനെ തർക്കിക്കും, നിങ്ങളാണ് ഉഷാറ്, ഞങ്ങളാണ് ഉഷാറ്. സൗന്ദര്യത്തിൽ ദുനിയാവിൽ നിന്ന് പോയവരാണ് ഉഷാറ്. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുമ്പോൾ അവസാനം ദുനിയാവിൽ നിന്ന് പോയ സ്ത്രീ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ലെങ്കിലും, നിങ്ങൾ ഇതുവരെ ഇബാദത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളെ ഭർത്താവിനെ അനുസരിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഹൂറുലീങ്ങൾ പറയും, ഭർത്താവിനനുസരിച്ച് വന്നതാണോ എന്നാ പിന്നെ ഞങ്ങൾ കീഴടങ്ങാമെന്ന് പറയുമെന്ന് വലിയ മഹത്വമാണ്. ഭാര്യമാരെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഭർത്താക്കന്മാരെ അംഗീകാരം കൊടുക്കാൻ തയ്യാറാവേണ്ടവരുമാണ്. നല്ല സ്നേഹവും നല്ല സന്തോഷവുമാകണം. എപ്പോഴും ചിന്തിക്കേണ്ടത് ദുനിയാവിൽ എന്തായാലും ഒന്നിച്ചല്ലോ, ഇനി സ്വർഗത്തിൽ ഒന്നിക്കണം എന്നത് മാത്രമാവും. അതിനുവേണ്ടി പരസ്പരം സഹായിക്കുക, അതിനുവേണ്ടി പരസ്പരം സംസാരിക്കുക. എന്തെങ്കിലും വീഴ്ചയുണ്ടാകാം, മനുഷ്യന്മാരല്ല, എല്ലാവരിലും വീഴ്ചയുണ്ടാകാം. നല്ല ഭാഷയിൽ തിരുത്താൻ ശ്രമിക്കുക, നല്ല ഭാഷയിൽ. അങ്ങനെയുള്ള കുറെ സ്ത്രീകൾ ദുനിയാവിലുണ്ട്. നല്ല ഭാഷയിൽ തിരിച്ചു കൊടുക്കുന്ന, എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചാടിക്കയറി എന്തെങ്കിലും സംസാരിക്കാത്തവർ. ഇനി അഥവാ അവൾ പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു, അപ്പോൾ മനുഷ്യൻ അല്ലാഹു ബലഹീനനായല്ലേ സൃഷ്ടിച്ചത്. സ്വാഭാവികമായും ചില വീക്ക്നെസ് എന്റെ ഭർത്താവിനോ ഭാര്യക്കോ ഉണ്ടാകാമല്ലോ എന്നാലോചിച്ച് അഫ്വ് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതിന്റെ അർത്ഥം പോയി കലഹിക്കാമെന്നല്ല. നല്ല മനസ്സ് ലില്ലാഹിക്ക് വേണ്ടിയാണ് ഭാര്യ. ഇതേപോലെയാണ് മക്കൾ. ഞാൻ അവസാനിപ്പിക്കുന്നു. മക്കളെയും കൂടി ചിന്തിച്ചിട്ട് ഒറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. സിനിമ കാണുന്ന ഏർപ്പാട് ഒരു കുടുംബത്തിനുണ്ടാകുന്നത്. ഞാനത് പറഞ്ഞാൽ നിങ്ങളെ പണി നിർത്തില്ല, എനിക്കറിയാം. എന്നാലും എന്റെ ബാധ്യത ഞാൻ ശ്രമിക്കാം. അതിനോട് പറയാലോ, പഠിച്ച സുലൈമാനിന്റെ വീട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് ഒഴിഞ്ഞു മാറാലോ, അതിന് വേണ്ടി പറയാം. സിനിമ കാണുന്ന കുടുംബത്തിൽ പൊതുവെ സംശയ രോഗവും മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ചുള്ള പോസിറ്റീവായി ചിന്തയുന്നത്. നിങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് സംസാരിക്കാം, സിനിമ കാണാം, മക്കൾ പിന്നിലിരുന്ന് ഈ രണ്ടുപേരെയും ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ അടുത്ത് എന്റെ ഒരു കൗൺസിലിംഗ് കേസ് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയതാണ്. ഞാൻ ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിളിച്ചു, മാതാപിതാക്കളും കൂടെ ആ മോള് പറഞ്ഞു, ഉസ്താദേ എന്നെ അങ്ങനെ ചീത്ത പറയൊന്നും വേണ്ട, ഇതിന്റെ അടിസ്ഥാന ഉത്തരവാദികൾ എന്റെ രക്ഷിതാക്കളാണ്. ഞാൻ പറഞ്ഞു, എന്തേ പ്രശ്നം എന്ന് വെച്ചു. അവർ രണ്ടുപേരും വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അവര് വന്നപ്പോൾ ഈ കുട്ടി പറയാണ്, നമ്മൾ ഒരുമിച്ചല്ലേ സിനിമ കാണാറെന്ന് ചോദിച്ചു വാപ്പയോട്. വാപ്പ പറഞ്ഞു, അതേ മോളെ, നിങ്ങൾ സിനിമ കാണുമ്പോൾ ഞാൻ നിങ്ങളെ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളെ കണ്ണ് സിനിമ ആക്ട്രസിന്റെ അർദ്ധനഗ്നയായ ശരീരത്തിലേക്കാ പോകാറുള്ളത്. സിനിമ നടിയെ നോക്കി നിങ്ങൾ എങ്ങനെ ആസ്വദിക്കും? നിങ്ങളെ ഭാര്യ അടുത്തിരിക്കുന്നില്ലേ? ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളെ സിനിമ നടനെ നോക്കി ആസ്വദിക്കൂലേ? നിങ്ങളെ ഭർത്താവ് അടുത്തിരിക്കുന്നില്ലേ? നിങ്ങൾക്കൊക്കെ മറ്റുള്ള ആളുകളെ കണ്ട് ആസ്വദിക്കാൻ എനിക്ക് മാത്രം പറ്റൂല എന്നുള്ളത് ഇവിടുത്തെ നിയമമാണെന്ന് ചോദിച്ചു. പറഞ്ഞ മനസ്സിലായില്ല. വാപ്പ അന്യ പെണ്ണിനെ നോക്കിയിട്ട് ആസ്വദിക്കുക, സിനിമ നടിയെ നോക്കി. ഉമ്മ അടുത്തിരിക്കുന്നുണ്ട്. സ്വന്തം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അള്ളാന്റെ റഹ്മത്ത് കിട്ടാനുള്ള നോട്ടം സമീപത്തുണ്ടായിട്ട് സ്വന്തം ഭാര്യയുടെ ശരീരം നോക്കുന്നതിന് പകരം അന്യ പെണ്ണിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുകയാണ്. സിനിമ കാണുന്ന പുരുഷനോ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ടതിന് പകരം ഏതോ ആക്ടേഴ്സിനെ നോക്കി ആസ്വദിക്കുകയാണ്. ഇത് ബാക്കിൽ നിന്ന് കാണുന്ന കുട്ടിക്ക് സ്വാഭാവികമായി തോന്നൂല, വാപ്പാക്കും ഉമ്മാക്കും സ്വന്തം കുടുംബ ജീവിതത്തിലെ ആസ്വാദനത്തെക്കാളും സൗന്ദര്യം സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ആസ്വാദനമാണെങ്കിൽ എനിക്ക് അയൽവാസിയായ ആശരിയെ കൊണ്ട് ആസ്വദിക്കാലോ എന്ന് കുട്ടി ചിന്തിക്കും. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒളിച്ചോട്ടങ്ങളുടെയൊക്കെ പ്രധാന കാരണമായി ഉണ്ടാകുന്നത്. സിനിമ കാണുന്ന ഏർപ്പാട് മുസ്ലിമീങ്ങൾ നിർത്തണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിർത്തുമോ എന്ന് എനിക്കറിയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങൾ സിനിമ കാണാതിരിക്കണം. റസൂലുള്ളാഹിനെ വേദനിപ്പിക്കാൻ ഒരാൾക്ക് മനസ്സുണ്ടെങ്കിൽ അവന് സിനിമ കാണാം. കാരണം 23 വർഷകാലം സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ദീൻ നശിക്കാൻ വേണ്ടി 1932 ജൂതന്മാരുടെ അജണ്ടയുടെ ഭാഗമായി സിനിമ വരികയും ഇന്നും കേരളത്തിലെ യുക്തിവാദികൾ മുസ്ലിമീങ്ങൾ നിന്നും ഇസ്ലാമിനെ വിഭാവനം ചെയ്യാൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സിനിമ
നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പഠിച്ച പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നുണ്ട്. ദീനിനെ തകർക്കാൻ ഒരു ടീം പണിയെടുക്കുക, നമ്മളത് കണ്ടിങ്ങനെ ആസ്വദിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ പോലെ ചിരിപ്പിച്ചൊരു മനുഷ്യനെ കലാപമാണ് സാധനം. അയാൾക്ക് മരിക്കുമ്പോൾ ചിരിക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ. കുറെ ആളുകൾ അയാൾ ചിരിപ്പിച്ചിട്ടുണ്ടോ? മരിക്കുമ്പോൾ ചിരിക്കാൻ പറ്റില്ല. എന്നാൽ അധികം ഒന്നും ചിരിപ്പിച്ചിരുന്നില്ല. മരിക്കുമ്പോൾ ചിരിച്ചേ പോയിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് നമ്മെ പോലെ തമാശ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ ചിരിച്ചേ മരിച്ചിട്ടുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് കോമഡി ഈ സിനിമയിലൂടെ വന്ന് ഏതെങ്കിലും മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട് കോമഡി അടിച്ച ആളല്ല, പക്ഷെ പുഞ്ചിരിച്ച് വഫാത്തായിട്ടുണ്ട്. ഒരുപാട് കോമഡി അടിച്ചവൻ കള്ളുകുടി ചേർത്ത് പോയിട്ടുണ്ട്. 15 രൂപ കുറിച്ച് ഈ 3-1 ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയതിന്റെ 3-1 അർത്ഥം വെക്കുന്ന പോലെ 15 രൂപയ്ക്ക് എങ്ങനെ കയറിയതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ ദുനിയാവിൽ പലരെയും ചിരിപ്പിക്കാൻ സാധിച്ചെങ്കിലും മരിക്കുമ്പോൾ സ്വന്തമായി ഒന്ന് ചിരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം നാം ഉറപ്പിക്കണം, ഇതൊക്കെ കണ്ട് ചിരിക്കുന്നവന്റെ അവസ്ഥയും ആഖിറത്തിൽ ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്കിങ്ങനെ തോന്നും നല്ല തമാശയാണല്ലോ, നല്ല കോമഡിയാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ മരിക്കുമ്പോൾ ചിരിക്കാൻ കഴിയൂല. കാരണം നാം ചിരിച്ചത് അല്ലാഹുവിന് വേണ്ടിയായിരുന്നില്ല, നാം ചിരിച്ചത് മരിക്കുമ്പോൾ ചിരിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയ കലാഭവനിക്ക് വേണ്ടിയായിരുന്നു. എന്നായാലോചിച്ചോളി, സിനിമ ആഴ്ചയിൽ ഒന്നെങ്കിലും കണ്ടാൽ മരിക്കുമ്പോൾ സിനിമ നടന്മാരുടെ ഡയലോഗ് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും. ഗ്യാരണ്ടിയാണ്. ആഴ്ചയിൽ ഒരു സിനിമയെങ്കിലും കണ്ടാൽ ഇപ്പൊ ആഴ്ചയിൽ ഒന്നും കേൾക്കും. എല്ലാ സമയത്തും 24 മണിക്കൂറും ദുനിയാവിൽ തോന്നിവാസം ചെയ്യുന്നവരുടെ വിളയാട്ടമാണ്. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വാപ്പ അയൽവാസിയായ ഒരു പെണ്ണിനെ അങ്ങനെ കയ്യിൽ പിടിച്ച് ഡാൻസ് ചെയ്ത് വീട്ടിലേക്ക് വന്നാൽ നമ്മൾ അടിച്ചോടിക്കൂലേ? സിനിമ നടന്മാരുടെയും നടന്മാരുടെ അവസ്ഥ ദുനിയാവിൽ ഇത്ര തോന്നിവാസികളായ സമൂഹമല്ലല്ലോ. റബ്ബ് തന്നെ ഈ കണ്ണുകൊണ്ടല്ലേ ഇത് നമ്മൾ കാണുന്നത്. മഞ്ജു വാര്യരും ദിലീപും കല്യാണം കഴിച്ചു. ദിലീപിന്റെ കൂടെ വേറെ ഏതൊരു പെണ്ണ് അഭിനയിക്കും. അപ്പൊ ആ പെണ്ണിനെ കയ്യിൽ പിടിച്ചിട്ട് ഡാൻസ് ചെയ്യും. ഇവിടെ വീട്ടിൽ നിങ്ങൾ നോക്കുക, റബ്ബേ എന്റെ ഭർത്താവ് ഏതോ പെണ്ണിനെ പിടിച്ച് നടക്കുന്നുണ്ടോ. ഇത് നടക്കാൻ ഉറപ്പവർക്കില്ല. ഇത് കണ്ട് സഹിക്കാൻ മറ്റേ പെണ്ണിന്റെ പ്രയാസമാണ്. ഇപ്പൊ മുത്തലാഖ് വിവാദം വന്നപ്പോ പൊതുവെ പ്രചരിക്കുന്ന ചില ഇതിലെ പോസ്റ്റുകളൊക്കെ കാണാം. കേരളത്തിൽ ഏറ്റവും അധികം കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ സിനിമാ നടന്മാരും നടിമാരും. കാരണം 1, 2, 3 ഒതുങ്ങൂല. ഇത്തരം തോന്നിവാസികളെ കണ്ട് ആസ്വദിക്കാൻ അല്ലാഹുവിന്റെ കണ്ണിനെ ഉപയോഗിക്കുന്നതിന് പകരം ആ ഏർപ്പാട് ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവസാനിപ്പിച്ചു. നമുക്ക് നല്ല രീതിയിൽ അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് മരണപ്പെടാനാകണം. അല്ലാഹുവിനെ തൗഫീഖ് നൽകണം. ആമീൻ. ദീനിന് വേണ്ടിയാകണം നമ്മുടെ ആയുസ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SKSSFന്റെ കീഴിലുള്ള ദഅവ വിഭാഗമായ ഇബാദിന്റെ കീഴിൽ പല ദഅവ പ്രവർത്തികൾ നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായി സെൽസറിന്റെ കീഴിൽ ഈ ഷാർജയിലെ സെൽസറിന്റെ കീഴിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദഅവ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതോടൊപ്പം പെൺകുട്ടികളിൽ ധാർമ്മിക ബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ത്രീകൾക്കിടയിൽ പ്രത്യേകമായ പഠനവേദി സെൽസറിന്റെ കീഴിൽ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലും അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളെ ദീനിയായി ധാർമ്മിക ബോധമുള്ളവളാക്കലാണ് ലക്ഷ്യം. നിങ്ങൾക്ക് സ്റ്റേജ് കെട്ടി പ്രസംഗിപ്പിക്കാനുള്ള പദ്ധതി ഒന്നല്ല, സ്ത്രീകളെ ധാർമ്മികമായി ബോധവൽക്കരിക്കണം. കാരണം പെണ്ണ് നന്നായാലേ സമുദായം നന്നാവുള്ളൂ. വാപ്പ നന്നായത് കൊണ്ട് ദുനിയാവിലെ കുട്ടി നന്നായിട്ടില്ല. വാപ്പ നന്നായത് വാപ്പാരൊന്നും പറയുന്നത് ദുനിയാവിൽ നന്നായ മക്കളൊക്കെ ഉമ്മ നന്നായത് കൊണ്ട് നന്നായതാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ നോക്കിയത് ഉമ്മ മാത്രമാണ്, വാപ്പ ഉണ്ടായിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔൻ നോക്കി, ആസിയ റളിയല്ലാഹു അൻഹയെ നോക്കി. ഉമ്മ നന്നായിരുന്നു നോക്കിയാണ് മോശമായിരുന്നു, പക്ഷെ കുട്ടിക്ക് അപകടം സംഭവിച്ചില്ല. നൂഹ് അലൈഹിസ്സലാമിന്റെ ഉമ്മ മോശം, ഭാര്യ മോശമായിരുന്നു. വാപ്പ വളരെ ഉഷാറാണ്, പക്ഷെ മക്കളും മോശമായി. ഇതിന്റെ അർത്ഥം എല്ലാ കുട്ടികളും മോശമായതിനെ മുഴുവൻ ഉത്തരവാദിത്വം ഉമ്മാക്കാന്നൊന്നുമല്ല. വാപ്പ ചില കാര്യങ്ങളൊക്കെ വാപ്പയും ശ്രദ്ധിക്കാനുണ്ട്. വാപ്പ കൊടുത്ത ഭക്ഷണത്തിന്റെ സ്വാധീനം ഒരു കുട്ടിയിലുണ്ടാവും. വാപ്പ കൊടുത്ത സമ്പാദ്യത്തിന്റെ സ്വഭാവം കുട്ടിയുടെ ജീവിതത്തിലുണ്ടാവും. കൊടുത്ത ഭക്ഷണം കൊടുത്ത കൈയിന്റെ സ്വഭാവം കുട്ടിയുടെ കൽപ്പിനെ സ്വാധീനിക്കും. ഗർഭിണിയുടെ മനോഭാവം കുട്ടിയുടെ കൽപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഗർഭസമയത്ത് വാപ്പയും ഉമ്മയും സംസാരിച്ചത് കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്.
ഞാനിങ്ങനെ വിശദീകരിച്ച കുറെ സമയം വേണം അവസാനിപ്പിക്കാൻ. പലരും നാളെ ഡ്യൂട്ടിയുള്ള ആളുകളൊക്കെ ഗർഭിണിയോട് ഭർത്താവ് സംസാരിക്കുമ്പോഴുള്ള സ്വഭാവം പോലും ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാനസിക തല സമൂഹത്തിലുള്ളത് കൊണ്ടും പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കൊന്നും കൂടുതൽ മതപരമായി പഠിക്കാൻ നമ്മുടെ നാട്ടിൽ സംവിധാനമില്ലാത്തത് കൊണ്ടും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ദഅ്വാ വിഭാഗമായ ഇബാദിന്റെ കീഴിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം പഠിക്കാനും അവരിൽ ധാർമ്മിക ബോധം കൂടുതൽ വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതിയായിരുന്നു നമ്മുടെ സൽസരണിയുടെ കീഴിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പഠന സംവിധാനങ്ങൾ. അതങ്ങനെ തന്നെ നമ്മൾ നടത്തണം. നമ്മുടെ നാട്ടിലെ കുട്ടികൾ പ്രത്യേകിച്ചും ഇവിടെയൊക്കെ വളരുന്ന ടീനേജ് പെൺകുട്ടികൾക്ക് പ്രത്യേക പഠന സംവിധാനങ്ങൾ നമ്മുടെ ഓരോ ഏരിയകളിൽ നടക്കേണ്ടതുണ്ട്. ദീനൊന്നുമില്ലാതെ പോയാൽ ഈ കുട്ടികൾക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങളൊന്നും കിട്ടാതെ പോയാൽ അവരെ തിന്മയിലാണികളായി മാറും. അതുകൊണ്ട് സ്വയം ധാർമ്മിക ബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ സജീവമായി പ്രവർത്തിക്കാൻ നമുക്കാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം സമസ്തയുടെ തണലിലാണ്, അതൊരു വല്ലാത്ത ബർക്കത്താണ്. സമസ്തയുടെ തണലിലായത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സഹായം വളരെ കൂടുതലാണ്. ഓരോ മനുഷ്യന്മാരെ ഈമാൻ നോക്കുമ്പോ നമ്മളൊന്നുമല്ല, നമ്മളൊക്കെ വട്ടപൂജയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി സമീപകാലത്ത് അല്ലാഹുവിന്റെ ദീൻ സ്വീകരിച്ചു. അല്ലാഹു ആ കുടുംബത്തിന്റെ ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ. ഒരു കുടുംബം, ഒരു പെണ്ണും 2 പെൺകുട്ടികളുമാണ് വീട്ടിലുള്ളത്. അപ്പൊ എനിക്കൊക്കെ തോന്നി, പഠിച്ചോനെ ഇവരെ ആരെങ്കിലുമൊക്കെ ആക്രമിക്കാമെന്ന് എന്താ ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ ആ കുടുംബത്തോട് പോയി പറഞ്ഞു, സംഗതി നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഇവരെ കുടുംബത്തിലെ ചില ആളുകളൊക്കെ വല്ലാതെ ഭീഷണിപ്പെടുത്തിയിരുന്നു, നമ്മളൊന്ന് മാറി താമസിക്കല്ലേ എന്ന് ചോദിച്ചാൽ വേറെ എവിടെയെങ്കിലും നമുക്ക് താമസ സൗകര്യം ചെയ്യാൻ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംവിധാനം നോക്കില്ല എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഏൽപ്പിക്കേണ്ടിടത്തെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി ഞങ്ങൾ ആർക്കും തൊടാൻ കഴിയൂല. ഞാൻ കുറിച്ച് പറയുന്നു, ഏൽപ്പിക്കേണ്ടിടത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ റബ്ബാണ്, അല്ലെങ്കിൽ ദുനിയാവിൽ അവർ കണ്ടെത്തുന്ന മാർഗമാണ്. എനിക്ക് തോന്നിയത് റബ്ബിനെ ഏൽപ്പിച്ചതാണ്, ഞാൻ അള്ളാനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ അദ്ദേഹം. പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ, അവരെ തവക്കുലിന്റെ 10-1 നമ്മുടെ തവക്കുലിലേക്ക് നമുക്കും അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ബോധം നൽകട്ടെ. പിന്നെ ശരിക്കും മനസ്സിലാക്കും, ഒഴിവുണ്ടായാലും അല്ലാഹു തന്ന നിഅമത്ത് മനുഷ്യനെ ആലോചിക്കാൻ അവസ്ഥ. നമ്മളൊക്കെ ഒരു മണിക്കൂർ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കോടാനുകോടി പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, നാം അറിഞ്ഞിട്ട് പോലുമില്ല. എല്ലാം അല്ലാഹു സൗജന്യമായി തന്നതാണ്. നിങ്ങളുടെ മേഖലയിൽ നല്ല ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. വാപ്പയും ഉമ്മയും മക്കൾക്കിടയിൽ ദഅവത്ത് ചെയ്യണം. സമൂഹത്തിനിടയിൽ നമുക്ക് സാധ്യമാകുന്ന ദഅവ സംവിധാനങ്ങൾ നടക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ വളരെ സ്വകാര്യതയോടുകൂടെ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാതെ ധാർമ്മിക ബോധം വളരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പരസ്പരം നടത്തണം. നസീഹത്തുകൾ നൽകണം. ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ ചീത്ത പറയുകയും ചെയ്യരുത്, നല്ലതാണ്. ഉപദേശിക്കുന്ന സമയത്ത് പരസ്പരം ബഹുമാനിച്ചും അംഗീകരിച്ചും തെറ്റുകൾ തിരുത്തി കൊടുക്കണമെന്നുള്ള ഒറ്റ താല്പര്യത്തോടെ വിമർശന ഭാഷയില്ലാതെ തിരുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിനെ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവിനെ തൗഫീഖ് നൽകണം റഹ്മാനേ. നല്ലൊരു മജ്‌ലിസാണ്, നല്ലൊരു ദിവസവുമാണ്. ഒന്ന് ദുആ ചെയ്ത് പിരിയാം. നിങ്ങളുടെ ഈ സംവിധാനം അല്ലാഹുവിനെ നമുക്ക് ചെയ്യട്ടെ. നല്ല പ്രവർത്തനമാണ്. സലീമൻ ഹാജി വളരെ നേരത്തെ തന്നെ ആരംഭിച്ച ഒരു പദ്ധതി കൂടിയാണ് ഇത്. ഇബാദിന്റെ ദഅവ പ്രവർത്തനത്തിന്റെ ഒരു വിശാലമായ രൂപങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഭാഗത്തും പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാതെ നല്ല അച്ചടക്കത്തോടു കൂടെയുള്ള ഒരുപാട് പഠന ക്ലാസുകൾ ഇതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥയുടെ തണല് ഇതിന്റെ മുന്നിലുണ്ട് എന്നുള്ളത് വലിയൊരു ബർക്കത്താണ്. നമ്മളെപ്പോഴും പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. സ്വാലിഹീങ്ങൾ ചെയ്ത പണിയെ അസ്ഥാനത്തിലാണ് നമ്മളൊക്കെ പണിയെടുക്കുന്നത്. നമ്മൾ അത്ര മോശക്കാരാണെങ്കിലും സ്വാലിഹീങ്ങൾ നടന്നാൽ തന്നെ നന്നാവും. തഹജ്ജുദിന്റെ സമയത്ത് ഒരാളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, മനുഷ്യൻ നന്നാവും. തഹജ്ജുദ് നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്. ഒരാളെ സമയത്ത് ഇങ്ങനെ ഉണർന്നിരുന്നാൽ മനുഷ്യൻ നന്നാവും. എന്തേ കാരണം, ആ സമയത്ത് ഉണർന്നിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് എന്ന പോലെയാണ് സ്വാലിഹീങ്ങൾ നടന്നാൽ തന്നെ മനുഷ്യന്റെ കൽബിന് ശുദ്ധി വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. ആമീൻ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഞങ്ങൾക്ക് പൊളിച്ചിരിക്കണേ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ. ആഖിബത്ത് നന്നാക്കണേ.
തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, മാപ്പാക്കണേ അല്ലാഹ്. നീ മാപ്പാക്കണേ അല്ലാഹ്. ഇനിയൊരു തെറ്റ് ചെയ്യാതെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹം. നീ അവസരം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളെ സ്നേഹിച്ച പോലെ അതിന്റെ ഒരു അംശം പോലും തിരിച്ചു സ്നേഹിക്കാൻ സാധിക്കാത്ത പാപികളാണ് ഞങ്ങൾ. റബ്ബേ, ഈ സാധുക്കളോട് നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്, അഫ്വിനെ തരണേ അല്ലാഹ്. ചെയ്ത എല്ലാ തെറ്റും നീ മായിച്ചു കളയണം റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ഉമ്മ ഉപ്പ കുടുംബ ജ്യേഷ്ഠന്മാര് സഹോദരങ്ങളെ ഭാര്യ സന്താനങ്ങൾ ഇവരോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗത്തിൽ മുന്നിക്കാൻ അവസരം നൽകണേ റബ്ബേ. നീ ജീവിതത്തിൽ നൽകിയ ജീവിത പങ്കാളി അല്ലാഹുവേ, സ്വർഗത്തിൽ ഹിസാബില്ലാതെ ഒരുമിച്ച് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ അവസരം നൽകണേ അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ പരസ്പരം മാറ്റി നിർത്തുന്ന ഒരവസ്ഥ പരലോകത്ത് വെച്ച് നൽകരുത് റഹ്മാനേ. എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഈമാനിന്റെ 70% പൂർത്തീകരിക്കാൻ നീ ഞങ്ങൾക്ക് തന്ന നിധി ഞങ്ങളെ ജീവിത പങ്കാളിയാണ്. അവരിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ ആരോഗ്യത്തിലും ആയുസ്സിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ ദീനിന്റെ മുഹിബ്ബീങ്ങളാക്കണേ അല്ലാഹ്. എന്തെങ്കിലും പോരായ്മ അവരിൽ ഉണ്ടെങ്കിൽ റബ്ബേ, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അതൊക്കെ പരിഹരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ ഏറ്റവും അധികം ഞങ്ങളുടെ കൽബിന് സന്തോഷം നൽകുന്ന പെണ്ണ് ഞങ്ങളുടെ ഇണ തന്നെ ആക്കി തരണേ റഹ്മാനേ. മറ്റൊരാളെ മുഖത്തേക്ക് നോക്കിയാലും അത്രമേലൊരു സൗന്ദര്യമോ അത്രമേലൊരു മനസ്സമാധാനമോ ഞങ്ങളുടെ കൽബിന് നൽകരുത് റഹ്മാനേ. അല്ലാഹുവേ, അവരിൽ മുഖേന ജീവിതത്തിൽ സന്തോഷിക്കാനും അവരോടൊപ്പം അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗത്തിൽ ഒന്നിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. നരകത്തിലേക്കുള്ള മക്കളെ വാപ്പയോ ഉമ്മയോ അങ്ങനെ ഗതികേട് നൽകല്ല റബ്ബേ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിലേക്കുള്ള മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പലയിടത്ത് വെച്ച് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികളായ പല സഹോദരിമാർക്ക് വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ. അവരെ ഗർഭത്തിലും പ്രസവത്തിലും അവരെ മക്കളിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ദീനിനു വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മക്കളുടെ വഫയും ഉമ്മയുമായി ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ആഖിറത്ത് നന്നാക്കണേ റബ്ബേ. ഒരുപാട് ചെയ്യുന്ന സാധുക്കളാണ് ഞങ്ങൾ. ഈ സാധുക്കൾക്ക് അഫ്വ് ചെയ്യണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് ഖബൂലായ തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബേ, നീ തന്ന കണ്ണുകൊണ്ട് ഹറാമുകൾ ഞങ്ങൾ ഒരുപാട് നോക്കിപ്പോയി റബ്ബേ. നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതമെങ്കിലും ഹറാമുകളിലേക്ക് നോക്കാതെ, ഹറാമ് കേൾക്കാതെയും പറയാതെയും ചിന്തിക്കാതെയും ജീവിക്കാൻ റബ്ബേ ഈ സാധുക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപപ്പിഴവുകളും നീ പരിഹരിച്ചു തരണം റഹ്മാനേ. ഈ നല്ല സംവിധാനങ്ങൾ എന്നും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ നീ ബർക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനേ. റഹ്മത്തും സിഹത്തും ആഫിയത്തും ഈമാനും യഖീനും വർദ്ധിപ്പിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരിമാർ ഈ മജ്ലിസിലുണ്ട്, അവരിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അച്ചടക്കത്തോടെ, ദീനീ ബോധത്തോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ അല്ലാഹുവേ അവരുടെ ലോകത്ത് ദീനീ പ്രവർത്തനം നടത്താൻ അവർക്കും നീ അവസരവും തൗഫീഖും നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ഒരു അമലും റബ്ബേ റിയാ കാരണം നഷ്ടപ്പെടുന്ന സാഹചര്യം നൽകല്ല റബ്ബേ. സുബ്ഹാനത്തിന് വേണ്ടി, ഉജ്ബിന് വേണ്ടി ഒരു വാക്ക് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ പറയാതെ മരണം വരെ ചെയ്ത അമലുകളൊക്കെ സൂക്ഷിച്ച് റബ്ബേ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട ധാരാളം അമലുകളുമായി എത്താൻ നീ അവസരം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ എന്ത് അമല് ചെയ്താലും നീ ഒരു സെക്കൻഡ് തന്ന നിഅമത്തിന് പകരം 1000 കൊല്ലം ഞങ്ങൾ നിസ്കരിച്ചാൽ പോലും ശുക്റാകില്ല റബ്ബേ. ഈ സാധുക്കളോട് പൊറുക്കണേ അല്ലാഹ്, ഈ സാധുക്കളോട് പൊറുക്കണേ അല്ലാഹ്. എന്നോട് മഹബ്ബത്തുള്ള മുത്തഖീങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. എന്നെ സ്നേഹിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയവരാണ് ഞങ്ങൾ റബ്ബേ. ഞങ്ങളോട് അഫ്വ് ചെയ്യണേ അല്ലാഹ്. റബ്ബേ, നീ തന്ന നിഅമത്തിന് പകരം റബ്ബേ സാധ്യമാകുന്നതിന്റെ പരമാവധി ശുക്ർ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്യാറുണ്ട്. തെറ്റ് ചെയ്യുന്ന സമയം ഞങ്ങളെ റൂഹിനെ പിടിക്കാൻ തെരഞ്ഞെടുക്കല്ല റബ്ബേ. അല്ലാഹുവേ, സിനിമയും സീരിയലും എന്ന സംസ്കാരം ഈ ഉമ്മത്തിന് വലിയ അപകടമായിട്ടുണ്ട് റബ്ബേ. ആ സംസ്കാരത്തിന്റെ പിന്നിലുള്ളവരെ അതൊക്കെ നിരോധിക്കാൻ അല്ലാഹുവേ ഭരണാധികാരികൾക്ക് ബോധം നൽകണം റഹ്മാനേ. അർഹമർ റഹീമായ റബ്ബേ, അല്ലാഹുവേ, ഏകസിവിൽ കോഡ് പോലെ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ പല തീരുമാനങ്ങളും പലരും കൊണ്ടുവരാൻ ഒരുങ്ങുന്നുണ്ട് അല്ലാഹുവേ. അത്തരക്കാർക്ക്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ,
ഇസ്ലാമിനെയും മുസ്ലിമിനെയും നശിപ്പിക്കാൻ ഒരുങ്ങിയവർക്ക് അല്ലാഹുവേ നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് അവരെ ദീനിന്റെ വക്താക്കളാക്കി മാറ്റണേ റബ്ബേ. അല്ലാഹുവേ ഇസ്ലാമിനെതിരെ ചിന്തിക്കുന്ന എല്ലാ ചിന്തയും റബ്ബേ അവരിലേക്ക് തന്നെ തിരിച്ചുവിടണേ റബ്ബേ. ഈ ഉമ്മത്തിലേക്ക് ഒരു അദാബിനെയും ഇറക്കല്ല റബ്ബേ. ഞങ്ങൾ ഈമാനില്ലാത്തവരാണ്, ഞങ്ങൾ തെറ്റൊരുപാട് ചെയ്തവരാണ്. നീ തന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് നിഅമത്തുകളെ റബ്ബേ ദുരുപയോഗം ചെയ്തവരാണ്. 2.5 മണിക്കൂർ നേരം സിനിമ കണ്ടപ്പോ 450 കോടി അഗ്നിന്റെ നിഅമത്തിനെ ദുരുപയോഗം ചെയ്ത പലരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ നീ അഫ്വ ചെയ്യണേ അല്ലാഹ്, അഫ്വ ചെയ്യണേ അല്ലാഹ്. 450 കോടി നിഅമത്തിനെ ഒരു സിനിമ കണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്തപ്പോ റബ്ബേ 450 തവണ പോലും ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല റബ്ബേ. നിന്റെ മഹ്ദ് ഫദ്ൽ ഗഫാർ ദുനൂബായ റബ്ബേ, മഹ്ദ് ഫദ്ൽ കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. നീ ആ തെറ്റിലേക്കൊന്നും ഞങ്ങൾ പോകാതെ ജീവിക്കാൻ നീ ഞങ്ങളുടെ മനസ്സിന് ഹിമ്മത്തും ഈമാനും യഖീനും നൽകണേ അല്ലാഹ്. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ആവേശമുള്ള കൽബാക്കി ഞങ്ങളുടെ കൽബിനെ മാറ്റണേ റബ്ബേ. മരിക്കുമ്പോൾ മുത്തുനബിയെ ഒന്ന് ദർശിക്കണം. ഈ സാധുക്കളെ കൽബിന് അവസരം നൽകണേ അല്ലാഹ്. നോക്കിയ കണ്ണിന് മുത്തുനബിയെ കാണാൻ ഒരു യോഗ്യതയുമില്ലെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ സാധുക്കളെ കണ്ണിന് അവസരം തരണേ അല്ലാഹ്. ഞങ്ങളെ കണ്ണിനെ ശുദ്ധിയാക്കണേ അല്ലാഹ്, ഞങ്ങളെ കണ്ണിനെ ശുദ്ധിയാക്കണേ അല്ലാഹ്. റബ്ബേ തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹുവേ നീ വന്നുകൊണ്ട് മുഅ്മിനീങ്ങളോട് പറയാറുണ്ട്, ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത് ഞാൻ ഇജാബത്ത് തരാമെന്നും, ആരാണോ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവർ ഇസ്തിഗ്ഫാർ സ്വീകരിക്കാമെന്നൊക്കെ പറയുമ്പോൾ പല ദിവസവും അറിയാതെ ഉറങ്ങിപ്പോകുന്നവരാണ് ഞങ്ങൾ. റബ്ബേ എല്ലാ ദിവസവും തഹജ്ജുദ് പതിവാക്കാൻ മനസ്സ് തരണേ റബ്ബേ. തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് നഷ്ടപ്പെടുന്ന പലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പല മാതാപിതാക്കളും കുടുംബം ഉസ്താദുമാർ ഇന്ന് ഖബറിലാണ് റബ്ബേ, അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. എന്റെ ഉപ്പയടക്കം പലരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഇന്ന് ഖബറിലാണ്, നീ അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മഅഫൂ ചെയ്യണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അവരെ ഖബർ വിജയത്തിന്റെ കൂടാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും മരണവും മഹ്ശറവും വിജയമാക്കണേ അല്ലാഹ്. ഹിസാബില്ലാതെ സ്വർഗ്ഗം തരണേ അല്ലാഹ്. നിന്റെ ലിഖാഇനെ തരണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഈ വീട്ടിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരിലും ഈ വലിയ ഖൈർ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഈമാനും യഖീനും തഖ്വയും വർദ്ധിപ്പിക്കണം റഹ്മാനേ. ജീവിതത്തിലും ആയുസ്സിലും ആരോഗ്യത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم